12 മണിക്കൂർ, വെറും 12 മണിക്കൂർ. ഒരു ഉദയത്തിനും ഒരസ്തമയത്തിനും ഇടയിലുള്ള ചെറിയ കുറേ നിമിഷങ്ങൾക്ക് പരമാവധി എന്ത് വിലയുണ്ടാവും ഒരാളുടെ ജീവിതത്തിൽ? ഒരു വലിയ സന്തോഷം, അല്ലെങ്കിൽ ഒരു വലിയ സങ്കടം, അതുമല്ലെങ്കിൽ രണ്ടും കൂടിക്കലർന്ന ഒരു സാധാരണ ദിവസം. അങ്ങനെ തന്നെയാണ് ഞാനും ചിന്തിച്ചിരുന്നത്. പക്ഷെ എന്റെ ചിന്തയേക്കാൾ വലുതാണ് ജീവിതവും അതിന്റെ യാദൃശ്ചികതകളും. വെറും 1 മിനിറ്റ് നേരത്തെ ഒരു വൈകിപ്പോകൽ, അല്ലെങ്കിൽ ഒരൊറ്റ നോട്ടം തെറ്റൽ, അവിടെ തുടങ്ങുന്ന ആകസ്മികത ചെന്നവസാനിക്കുമ്പോൾ മാറി മറിയുന്നത് നമ്മൾ കോറിയിട്ടിരുന്ന ഒരുപാട് രൂപരേഖകളാവും. എല്ലാത്തിനും ചിലപ്പോഴെങ്കിലും 12 മണിക്കൂർ മതി, വെറും 12 മണിക്കൂർ. രാവിലെ സിദ്ധുവിനൊന്ന് വിളിച്ചൊരു ഓൾ ദ ബെസ്റ്റ് പറയാമായിരുന്നു. അറ്റ്ലീസ്റ്റ് കഴിഞ്ഞപ്പോ എങ്ങനെയുണ്ടെന്നെങ്കിലും ഒന്ന് ചോദിക്കാമായിരുന്നു. ഇന്നലെ മിനിഞ്ഞാൻ നോക്കിയായിട്ട് ഡേയും നൈറ്റും പൊയ്ക്കൊണ്ടിരിക്കല്ലേ, അതിനിടെ വിട്ടുപോയി. പിന്നെ ഇതിപ്പോ വലിയൊരു കലാമിറ്റി ആക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, ഒരു സ്റ്റേജ് ഐറ്റം അല്ലേ. അങ്ങനെ വെറുതെ ഒരു സ്റ്റേജ് ഐറ്റം അല്ലല്ലോ. അവൾ ആദ്യമായിട്ടല്ലേ സ്റ്റേറ്റ് ലെവലിൽ എത്തുന്നത്. കഴിഞ്ഞ കുറെ നാളായി അവൾ അതിനുവേണ്ടി എത്ര സ്ട്രെയിൻ എടുക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. സിദ്ധുവിന്റെ കോൾ അവൾ എന്തായാലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടാവും. ഞാൻ ഈ 100 തിരക്കിനിടെ നിൽക്കുമ്പോ എന്നാ നിനക്ക് എന്നെ ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൂടായിരുന്നു? എന്തായാലും അവളോട് ഞാൻ വിളിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ മതി. അവള് സ്കൂളിൽ പോയ നേരത്തോ ഉറങ്ങുമ്പോഴോ എപ്പോഴെങ്കിലും ഞാൻ ഡീറ്റെയിൽസ് വിളിച്ച് അന്വേഷിച്ചെന്ന് പറഞ്ഞേക്ക്. സാർ റെഡിയല്ലേ? റെഡി സാർ. എന്നെ കിട്ടിയില്ലെങ്കിൽ മാത്യുവിനെ വിളിച്ചാൽ മതി കേട്ടോ. ബൈ. ഒരു കാര്യം അമ്മ ശ്രദ്ധിച്ചോ? കോമ്പറ്റീഷൻ എങ്ങനെയുണ്ടായിരുന്നു? പ്രൈസ് കിട്ടിയോന്നോ? എന്തൊക്കെയാണ് ഹോബീസ്? മെയിൻലി ഇന്റർനെറ്റ് സർഫിംഗ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, പിന്നെ അത്യാവശ്യം ഈസ്റ്റേൺ മ്യൂസിക്കും കുറച്ച് റീഡിങ്ങും. മൂവീസ്? ഏറ്റവും ഇഷ്ടപ്പെട്ട മലയാള സിനിമ ഏതാണ്? ക്ലാസ്മേറ്റ്സ്. വായ്? ഞാനിപ്പോ ജസ്റ്റ് പഠിത്തം കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ. അതുകൊണ്ട് കോളേജിന്റെയും ഫ്രണ്ട്സിന്റെയും ഒക്കെ ഒരു മൂഡിന് ഇതുവരെ മാറിയിട്ടില്ല. ഐ ഗസ് ദാറ്റ്സ് ദ മെയിൻ റീസൺ. വൈ ജേർണലിസം? ഞാൻ എത്തിക്കുന്ന വാർത്ത ഒരാളുടെയെങ്കിലും ലൈഫിൽ ഒരു ചെറിയ വ്യത്യാസം വരുത്തിയെന്ന് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷത്തിന് വേണ്ടി. കഭി കഭി മേരെ ദിൽ മേ ഖയാൽ ആതാ ഹൈ. താങ്ക് യു. ഒരു പാട്ട് അങ്ങോട്ട് തരുമ്പോ തിരിച്ചിങ്ങോട്ട് വന്നായിരുന്നു പ്രോമിസ്. ഇതിപ്പോ 2 ദിവസമായിട്ട് വെറുതെ പറച്ചിലല്ലാതെ. ദാറ്റ്സ് പെർഫെക്റ്റ്. ഫ്രീ അല്ലെങ്കിൽ ഫ്രീ ആക്കും. അപ്പോ വെനസ്ഡേ 10:30 to 1 മെറനാം. വാക്ക് മാറരുത്. ഓക്കെ, വീട്ടിലെത്തിട്ട് വിളിക്കാം. ലവ് യു ടു. ബൈ. ഗായത്രി വർമ്മ. അപ്പൊ മറ്റവളോ? ശില്പ? ഏത് ശില്പ? അതൊക്കെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ കേസല്ലേ. ഇനി ഗായത്രി മാത്രം. എടോ സുരേഷേ, താൻ ഈ മഹാബാബി പറയുന്ന കേട്ട് ഓരോന്ന് പഠിച്ചു വെച്ചേക്കരുത്. ഇതാരാ കക്ഷി? ദ ഹോട്ടസ്റ്റ് വുമൺ ഇൻ കൊച്ചിൻ. ഓ, കണ്ടു, പരിചയപ്പെട്ടു. 2 ആഴ്ച മുമ്പ് ഒരുമിച്ച് ഒരു പാട്ടും പാടി. കഴിഞ്ഞ ആഴ്ച വീണ്ടും പാടി. ഇനിതാ ബുധനാഴ്ച ഒന്നുകൂടി പാടാൻ പോവുക. ജുഗൽബന്ദി. എന്റെ അമ്മേ. ആദ്യമായിട്ട് കൈക്കൂലി വാങ്ങിയതാ. ഗതികേടുകൊണ്ട് അതിൽ തന്നെ കുടുങ്ങി. അതെ, ട്രാഫിക് കോൺസ്റ്റബിൾ. പേരെന്താ? സുദേവൻ. അതെ സാർ, നായരാണ്. സാറൊന്ന് കാര്യമായിട്ട് മിനിസ്റ്ററോട് പറഞ്ഞ് അയാളുടെ സസ്പെൻഷൻ ഒന്ന് പിൻവലിപ്പിക്കണം. 3-4 പെൺപിള്ളേരുള്ള മനുഷ്യനാ. ഈ ജോലിയില്ലേ കൂട്ടത്തോടെ വല്ല ട്രെയിനിന് മുൻപിലും ചാടേണ്ടി വരും. ഹലോ, ഇപ്പൊ കേക്കാവോ? ലിഫ്റ്റിലായിരുന്നു, അതുകൊണ്ടാ. അതെ, വരാം. വൈറ്റ് ഫോർട്ടില്. ഓക്കെ. എന്തായി രാജന്റെ ചെക്ക്? ക്ലിയറായി. പറയേണ്ട പോലെ പറഞ്ഞപ്പോ ക്ലിയറായി. സർ പ്ലീസ്.
എന്തൊക്കെയാ ജോയി? 16-ാം തീയതിയാണ് നമ്മുടെ റിലീസ് വെച്ചിരിക്കുന്നത്. ക്ലൈമാക്സ് ഗംഭീരമായിട്ടുണ്ടെന്നാണ് കണ്ടവർ അപ്പൊ പറയുന്നത്. ബാക്കിയൊന്നും കൊള്ളൂലേ? അല്ല, നാളെ നമ്മളൊരു പ്രിവ്യൂ വെച്ചിട്ടുണ്ട്. സാറിന് വന്നാ ഏയ് നടക്കില്ല. നാളെ എനിക്ക് ഫുൾ ഡേ ഷൂട്ടിംഗാ. 16-ാം തീയതി ഇവിടെ ഉണ്ടാവുമോ അതോ? അതൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോ എനിക്കൊരു മലേഷ്യൻ ട്രിപ്പ് കയറി വരും. ഒന്ന് മാറി നിന്നേ. പ്രൊമോഷന്റെ സാറും കൂടി ഉണ്ടായിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. അതൊക്കെ നിങ്ങൾ അങ്ങ് പ്രൊമോട്ട് ചെയ്താൽ മതി. അങ്ങനത്തെ ഒരു പരിപാടിക്കൊന്നും ഞാനില്ല. അപ്പൊ ശരി. ആദ്യത്തെ പടമല്ലേ, മുട്ടിപ്പോയി പ്രാർത്ഥിക്കും. താങ്ക് യു സർ. ഓക്കെ. എന്തായി? 16-ാം തീയതി ജോയിൻ ചെയ്യുന്നു ആസ് ജേർണലിസ്റ്റ് ട്രെയിനി. I knew it, man. I knew it. ഓക്കെ, ഞാൻ ബൈക്ക് എടുത്തിട്ട് വരാം. കോർട്ടില് കഴിഞ്ഞു. ഡിവോഴ്സ് അലൗഡ്. ചാപ്റ്റർ ക്ലോസ്ഡ്. എന്റെ ഈ ഡിസിഷൻ അത് റെയ്ഹാനെ പരിചയപ്പെട്ടുകൊണ്ടല്ല. അങ്ങനെ ഒരു സംശയം ഉണ്ടാവരുത്. എന്നായാലും അവസാനിക്കേണ്ട ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു അത്, തുടക്കം തൊട്ടേ. ഐ എം ഹാപ്പി ഫോർ യു. പോട്ടെ, വിളിക്കാം. അങ്ങോട്ട് നീക്കി നിർത്തും. ഡോക്ടറാണല്ലേ? അതെ സാർ. നിങ്ങളെപ്പോലുള്ളവർ ഇങ്ങനെ തുടങ്ങിയ കുറെ കഷ്ടമാണ്. അല്ല സാർ, ടെസ്റ്റ് ഡ്രൈവ് ആയതുകൊണ്ട്. ടെസ്റ്റ് ഡ്രൈവ് ആണ്, സീറ്റ് ബെൽറ്റ് ഇടണ്ടേ? സോറി സാർ. കൊണ്ടുവാ. ഏത് നേരത്താണോ നമുക്ക് ഈ റൂട്ടിൽ കൂടെ തന്നെ വരാൻ തോന്നി? ഏത് നേരത്താണോ ഈ വണ്ടി തന്നെ വാങ്ങാൻ തോന്നി. ഉദ്ദേശിച്ച കളറോ കിട്ടിയില്ല. ഇപ്പൊ ദേ അയ്യോ സാർ, ലക്കി കളറാണ്. കാണുന്നുണ്ട്. ലക്ക്. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. വരുന്ന 16-ാം തീയതിയാണ് വെഡിങ് ആനിവേഴ്സറി. വൈഫിനുള്ള സർപ്രൈസ് ഗിഫ്റ്റ് ആണ്. അന്ന് രാവിലെ വണ്ടി എടുക്കാൻ വരുമ്പോ അതും ഇതും പറഞ്ഞാലാണ് എന്റെ വിധം മാറാൻ പോകുന്നത്. കേട്ടല്ലോ? എന്തുവാടേ? Okay, I'll get back to you later. കേറു. See you. Bye-bye. Okay. അപ്പൊ 16-ാം തീയതി ഐശ്വര്യമായിട്ട് ചെന്ന് ജോലിക്ക് കയറിക്കോ. ഞാൻ എല്ലാം പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട്. താങ്ക് യു സർ. പക്ഷെ 3-4 പെമ്പിള്ളേരെന്ന് പറഞ്ഞത് എനിക്ക് ഒരു മകളേ ഉള്ളൂ. എടോ, പ്രാരാബ്ദം പറയുമ്പോ അത് കനത്തി തന്നെ പറയണം. മിനിസ്റ്റർ തന്റെ വീട്ടിൽ വന്ന് അന്വേഷിക്കാനൊന്നും പോകുന്നില്ല. അപ്പൊ ചെല്ല്. മേലിൽ ഇത്തരം വേണ്ടാധീനങ്ങളൊന്നും കാണിച്ചേക്കരുത്. പോകാം. അതാണ് നിയമം. ആര് നിൽക്കണം, ആര് പോകണം എന്ന് തീരുമാനിക്കാൻ 2 നിറങ്ങൾ. 1 മിനിറ്റ് നേരത്തേക്കെങ്കിലും നമ്മളെല്ലാവരും ഒരു 4 കൂടി ജംഗ്ഷനിൽ ഒരുമിച്ച് കാത്തുകിടക്കുന്നു, ഓരോരോ പ്രതീക്ഷകളുമായി. പിന്നെ ഒരൊറ്റ കൺചിമ്മലിൽ പല വഴിക്ക്, പല ലക്ഷ്യത്തിലേക്ക്. ഒരുപക്ഷെ ഇതേ 4 കൂടി ജംഗ്ഷനിൽ വീണ്ടും കണ്ടുമുട്ടാൻ. ഒരുപക്ഷെ തെറ്റില്ലെന്ന് നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ ചില കണക്കുകൂട്ടലുകളെ പിന്തുടരാൻ. അതാണ് നിയമം. I
പകലിൻ പവനിൽ തെളിയും വഴിയിൽ കുളിരിൻ ചിറകിൽ അണയും കിളികൾ. രാവിൻ മാറിൽ ഒരു ചെറുപൊട്ടായി മെല്ലെ അകലുകയല്ലേ ഇരുളിൻ കവലകളിൽ. പെട്ടെന്നൊരു ബൈലൈനിൽ നിന്ന് 4-5 പയ്യന്മാരെന്റെ കാറിനെ ഫോളോ ചെയ്യാൻ തുടങ്ങി. ആദ്യം ഞാനത് മൈൻഡ് ചെയ്തില്ല. പിന്നെ ഒച്ച വെച്ച് വല്ലാത്ത വൾഗർ കമന്റ്സ് ഒക്കെ ആയപ്പോൾ ഞാൻ കുറച്ച് സ്പീഡ് എടുത്തു. അപ്പൊ അവർക്കും വാശിയായെന്ന് തോന്നുന്നു. വളരെ ഡേഞ്ചറസ് ആയി എന്റെ കാറിന് പാരലായി വരാനും മറ്റും തുടങ്ങി. അവരിൽ നിന്ന് രക്ഷപ്പെടുന്നതിനിടെ ഒരു ട്രാഫിക് ഐലൻഡിൽ വെച്ച് കാർ ഏതോ ഒരു വാഹനത്തെ ഇടിച്ചു. പ്ലീസ്. എന്തിനിട്ട് ഇടിച്ചതെന്ന്? ഏതോ ഒരു വാഹനം. അതല്ലാതെ ആ ഒരു ഷോക്കിൽ ഞാൻ കാർ നിർത്തിയില്ല. നിർത്തണമെന്ന് അറിയാനിട്ടല്ല. But I was scared. Very, very scared. മയിലായി മഴ കൊണ്ടതുപോലെ അകമേ ഇടയും ഞാൻ അനുപദമൊരു താളം അച്ഛനോട് 1/4 കിലോ ഉള്ളി കൂടി വാങ്ങണമെന്ന് പറ. അറിയാൻ പറയാൻ. അച്ഛാ 1/2 കിലോ ഉള്ളി കൂടി വേണമെന്ന്. 1/4 കിലോ ഉള്ളി. 1/2 കിലോന്ന മോള് പറഞ്ഞത്. സാറ് കേട്ടത് തെറ്റിയതാ. കേട്ടത് തെറ്റിയത് അവൾക്കാ. താൻ 1/4 കിലോ ഇട്. എത്രയായി? 50 രൂപ. ആ, ചേച്ചിക്ക് എന്താ വേണ്ടത്? തക്കാളി. അപ്പോ ഞാൻ എവിടെ പറഞ്ഞു നിർത്തിയത്? ജോത്സ്യനോട് എന്റെ കാര്യം സംസാരിച്ചു. എന്നിട്ട് ആ, തന്റെ എല്ലാ കാര്യം കേട്ടു കഴിഞ്ഞപ്പോ പുള്ളി ഗണിച്ചു നോക്കി. സമയം മോശമാണ്. സസ്പെൻഷനിലായി വീട്ടിലിരിക്കുന്ന ഒരുത്തന്റെ സമയം മോശമാണെന്ന് പറയാൻ എങ്ങാണ്ടിരിക്കുന്ന ജോത്സ്യം വേണം. അങ്ങനെയാണെങ്കിൽ ഈ പണി എനിക്കും ചെയ്യാമല്ലോ. പുള്ളി അങ്ങനെ എങ്ങാണ്ടിരിക്കുന്ന ജോത്സ്യനൊന്നും അല്ല. അങ്ങ് കേന്ദ്ര ഗവൺമെന്റിലെ ഉദ്യോഗസ്ഥനാ. എന്റെ നാള് കേട്ടപ്പോ അങ്ങേര് പറഞ്ഞല്ലോ ആരോഗ്യം തീരെ ശരിയല്ലെന്ന്. സുദേവൻ സാറിന് ജോയിൻ ചെയ്യാണല്ലേ? രാജേന്ദ്രൻ വഴി മന്ത്രിയെ പിടിച്ച കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. ഞാൻ വിചാരിച്ചു ഒരു 50,000 രൂപയെങ്കിലും ആ നിങ്ങൾ കൈക്കൂലി വാങ്ങിയെന്ന. രാജേന്ദ്രൻ പറഞ്ഞപ്പോഴാ ആകെ 15,000 രൂപയ്ക്ക് വേണ്ടിയാണോ ഈ പാടക്കപ്പെട്ടത്? അടുത്ത പ്രാവശ്യം ആവട്ടെ, 1 ലക്ഷം മേടിക്കാം. പക്ഷെ അസോസിയേഷന്റെ വക എനിക്കൊരു സ്വീകരണം തരണം. അതെ, ആ പോയ ഉദ്ദണ്ണന്റെ ജാതകം സാറാ ജോത്സ്യന് കൊടു. അവനെ ആരെങ്കിലും തല്ലി കൊല്ലുമെന്ന് ഗണിച്ചു പറഞ്ഞാൽ അങ്ങേരിൽ ഞാൻ വിശ്വസിക്കാം. ആ നിക്ക്, ഞാനിന്ന് ഓഫീസിലേക്കുണ്ടല്ലോ. സ്കൂളിൽ ഞാൻ വിടാം. വേണ്ട അച്ഛാ, ഞാൻ നടന്നോളാം. സൗമ്യ മീരയൊക്കെ ഉണ്ടല്ലോ. ഈ സൗമ്യ മീരയൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. അന്നൊക്കെ അവരുടെ മുമ്പ് കൂടെ അച്ഛന്റെ ഒപ്പം സ്കൂട്ടറിൽ പോകുന്നതായിരുന്നു അവർക്ക് ഗമ. 2-3 ആഴ്ചയായിട്ട് അവരുടെ കൂടെ സെറ്റ് കൂടിയാണല്ലോ സ്കൂളിൽ പോക്ക്. ശീലമായി കാണും. പിന്നെ അച്ഛന്റെ പടവും പേരും പത്രത്തിൽ വന്നതും സ്വർണ്ണ മെഡൽ കിട്ടിയതിനൊന്നും അല്ലല്ലോ. 16 വയസ്സിനും കാണും അതിന്റേതായ അഭിമാനം. അതെ അതെ അതെ, പടം ഇന്ന് റിലീസാ. താങ്ക് യു ജയ. ഓ ഞാൻ വിളിക്കാം. പാലക്കാട് നിന്ന് വിളിവല്ലതും? ചേച്ചി വിളിച്ചു. മോൾ ഇന്നലെ സുഖമായിട്ട് ഉറങ്ങിയെന്നാ പറഞ്ഞത്. പക്ഷെ ഡോക്ടറോട് ഞാൻ സംസാരിച്ചപ്പോൾ അങ്ങേര് പറഞ്ഞത് അതിലൊന്നും വലിയ കാര്യമില്ലെന്ന്. എപ്പോ വേണേലും പഴയതുപോലെ ആവും. ആ കഴിഞ്ഞെന്ന് തോന്നുന്നു. പത്തേമുക്കാലുള്ള ഇന്റർനൽ ലൈൻസ് ടിക്കറ്റ് ഓക്കെ ആയിട്ടുണ്ട്. എയർപോർട്ടിൽ സന്ദീപ് വരും. അവിടുന്ന് ഒരു 11:45 കൂടി പാലക്കാട്ടെത്താം. ഞാനും ശശിയും ബൈ റോഡ് വരാം. വേണ്ട, ശശി കാറിൽ വരട്ടെ. താൻ എന്റെ ഒപ്പം വന്നാ മതി. ശരി. ശ്രുതി വിളിച്ചോ? വിളിച്ചു. വിശേഷമൊന്നുമില്ല. പക്ഷേ ചാനൽ ഇന്റർവ്യൂ 11 മണിക്കാ. അതും ലൈവ്. അത് നേരത്തെ ആക്കാൻ വിളിച്ചു പറയണമെന്ന് ഞാൻ പറഞ്ഞല്ലേ. പക്ഷെ നേരത്തെ അനൗൺസ്മെന്റ് പോയത് കൊണ്ട് ഇപ്പൊ എയർപോർട്ടിലേക്ക് പോകുന്ന വഴി ഞാനവിടെ ഇറങ്ങും.
അപ്പൊ ചെയ്യാൻ സൗകര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി എന്ന് വിളിച്ചു പറ. മനസ്സിലായോ? ആ, അവിടെ ചെന്നിട്ട് ഡിലേ കിലേ എന്നൊക്കെ പറഞ്ഞാ അങ്ങനെയും ഞാനങ്ങ് പോകുന്നു പറഞ്ഞേക്ക്. ശരി സാറേ, സ്റ്റെപ്പ് ഒന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്, സാറ് നോക്കൂ. നിങ്ങൾ എന്താ ഷഹി ആളെ കളിയാക്കുവാണോ? 8:30 വിടാമെന്ന് പറഞ്ഞിട്ട് 9 ആവുന്നു. ഇതിൽ കൂടുതലൊന്നും സഹിക്കാൻ എനിക്ക് പറ്റില്ല. ജസ്റ്റ് ഒരു ഷോട്ടേ ഉള്ളൂ. നടക്കില്ലെന്ന് പറഞ്ഞാൽ നടക്കില്ല ഷഹി. മാത്യു, വണ്ടി എടുക്ക്. മാത്യു, നിക്ക്, ഞാനും നോക്കട്ടെ. ടോക്കിംഗ് പോയിന്റിൽ ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഒരു വെരി സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. മഹാദേവനായും ഇൻസ്പെക്ടർ കിരണായും റാംമൂർത്തിയായും ഡോക്ടർ മഹേന്ദ്രനുമായൊക്കെ നമ്മുടെ ഹൃദയങ്ങളെ കീഴടക്കിയ മലയാളത്തിന്റെ സൂപ്പർ മെഗാസ്റ്റാർ സിദ്ധാർത്ഥ്. ദർ ഇസ് ലോട്ട് ടു ടോക്ക്, ലോട്ട് ടു നോ. വെൽക്കം ടു ദ സ്ലോ. ഷോ എല്ലാ പ്രാവശ്യവും ഈ സ്ലോ എന്താ ഷോ ആന്നത്? ഈ ഷോ എന്താ സ്ലോ ആന്നത്? നീ കൂടുതൽ കോൺഷ്യസ് ആകുന്നതാ പ്രശ്നം. ഇപ്പൊ തെറ്റെന്ന് വിചാരിച്ചിരുന്ന ആർക്കായാലും തെറ്റും. ചെറിയ മിസ്റ്റേക്ക് ഒക്കെ ആണെങ്കിൽ അത് മൈൻഡ് ചെയ്യാതെ മുമ്പോട്ട് പോയി. അതിനിത് ചെറിയ മിസ്റ്റേക്ക് അല്ലല്ലോ. എന്റെ ഫസ്റ്റ് ഡേ പ്രോഗ്രാമിന്റെ ഇടയിൽ അങ്ങനെ തെറ്റൊന്നുമില്ല. ആ ഫ്ലോയിൽ അങ്ങ് പോയിക്കോളും. പിന്നെ ശരിക്കും ഇതൊന്നും റിഹേഴ്സൽ ചെയ്യാനേ പാടില്ല. അപ്പൊ തോന്നുന്നു. ആ വിഷ്ണു, ഇല്ല ഞാൻ വീട്ടിലാ. എന്താ നേരത്തെ വെച്ചാ? ഓ ഗോഡ്, ഞാൻ വരാ. എന്താടാ പ്രോഗ്രാം 9:45 തുടങ്ങണമെന്ന് അയാൾ വേപ്പ ചാനലിലെത്തി. ആ സിദ്ധാർത്ഥ്, നീ എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യണേ. അതെന്താ പെട്ടെന്ന്? ആർക്കറിയാം, ഇവരുടെയൊക്കെ കാര്യല്ലേ. ഒന്ന് ശരിക്കും പ്രിപ്പയർ ചെയ്തിട്ട് പോലുമില്ല. ബാപ്പച്ചോട് പറഞ്ഞിട്ട് പോ റിഹാൻ. പ്രോഗ്രാം കുറച്ച് നേരത്തെ ആക്കി. ഞാൻ നേരെ അങ്ങോട്ട് പോവാ. ഞാൻ കണ്ടിട്ട് നിന്നെ വിളിക്കാം. യു ആർ പെർഫോമിംഗ് വെൽ. ഞാൻ കേട്ടു. ധൃതി പിടിക്കണ്ട. ഓൾ ദി ബെസ്റ്റ്. 9:45 പറഞ്ഞത്. ഷോ സ്ലോ ആണ്ടിരിക്കാൻ പ്രാർത്ഥിച്ചോണേ. അങ്ങനൊന്നും ആവില്ല. ശരി ആന്റി. ഓക്കെ മോനെ. ബൈ. നീ തള്ളി വിട്ടില്ലായിരുന്നെങ്കിൽ എന്നോട് പറയാതെ അവനങ്ങ് പോയനല്ലേ. അവന് വിഷമമുണ്ട്. അത് സാരമില്ല, മാറിക്കോളും. അവൻ പറയുന്നതിൽ തെറ്റൊന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബാപ്പച്ചിയുടെ അത്യാവശ്യം ഫ്രണ്ട്സൊക്കെ എല്ലാ ചാനലിലും ഉള്ളതല്ലേ. അവന് ക്വാളിഫിക്കേഷൻ ഉണ്ടല്ലോ. ഒന്ന് വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ അവന് ചിലപ്പോ ജോലി കിട്ടിയേനെ. പക്ഷെ അതെന്നും അവന്റെ വാപ്പച്ച് വാങ്ങിക്കൊടുത്ത ജോലിയായി തന്നെ ഇരുന്നേനെ. കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ഇതിപ്പോ ഒറ്റയ്ക്ക് നേടിയെടുത്തില്ലേ, അതാ സുഖം. അത് അവന് മനസ്സിലായിക്കോളും. എനിക്ക് മനസ്സിലാവില്ല ഈ ഫിലോസഫി ഒന്നും. ചായയുടെ ഓ തമ്പി, ഫ്രീ ആണെങ്കിൽ 9:45 ഇന്ത്യ വിഷൻ എന്ന് വെക്ക്. റീഹാന്റെ ഒരു പ്രോഗ്രാം ഉണ്ട്. ഇന്നവന്റെ ഫസ്റ്റ് ഡേയാ. ഓക്കെ. ജോർജ്, ഞാനാ. എഴുന്നേറ്റുള്ളൂ. ഇന്ത്യ വിഷനിൽ 9:45 നമ്മുടെ റീഹാന്റെ ഒരു പരിപാടിയുണ്ട്. ടോക്കിംഗ് പോയിന്റ്. ഒന്ന് കണ്ടിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണം. ഓക്കെ. അതെ, നമുക്ക് പനമ്പള്ളി നേർ വഴിയൊന്നു. അസറ്റോംസ് വഴിയെന്ന് പറ. നേരമില്ലാത്ത നേരത്തെ അവൻ അതിന് സമയമുണ്ട്. ഫസ്റ്റ് ഡേ അല്ലടാ, ഒരേ ഒരു മിനിറ്റ്. ഓ Hi Sonia. Hi Sweta. How are you? Fine. Okay. How was the treatment? Yeah, it was really nice. ഹലോ, നീ വീട്ടിലെത്തിയോ? ഇല്ല, ഞാൻ സ്പായില്ല. നീ ഹോസ്പിറ്റലല്ലേ? ഒരു കാര്യം ചെയ്, നീ ആ ബ്രെഡ് വേൾഡിന്റെ അവിടെ നിന്ന് വെയിറ്റ് ചെയ്യ്. ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരും. എന്താടാ കാര്യം? നീ വാ, ഞാൻ പറയാം. ഓക്കെ ഓക്കെ. ഫീഡ്ബാക്ക് പേപ്പേഴ്സ് കാറിലുണ്ട്. സാറ് ഡെഫിനറ്റ് ആയിട്ട് അയച്ചു തരണം. ഓക്കെ. കാർ ഏതോ ഒരു വാഹനത്തെ ഇടിച്ചു. എവിടെയാ ഡ്യൂട്ടിയിൽ നിന്ന് മെസ്സേജ് ചെയ്യണേ.
പോട്ടെ. ഇന്ന് ജോയിൻ ചെയ്യാണല്ലേ? എന്തിനാ അടിച്ചതെന്ന്? ഏതോ ഒരു വാഹനം. അതല്ലാതെ ആ ഒരു ഷോക്കിൽ ഞാൻ കാർ നിർത്തിയില്ല. നിർത്തണമെന്ന് അറിയാനിട്ടല്ല. ഐ വാസ് സ്കേർഡ്. Really, really scared. Welcome to Talking Point. Today we have the biggest star of the Malayalam industry. അങ്ങനെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊക്കെ മനസ്സിലായി കാണും അതാരാണെന്ന്. യെസ്, the one and only സിദ്ധാർത്ഥ്. ഈ ഷോ തന്നെയാണെന്ന് ഉറപ്പാണോ? അതെ. സാറിന്റെ ഏറ്റവും പ്രസ്റ്റീജിയസ് പ്രോജക്റ്റ് എന്ന് പറയാവുന്ന ഈശ്വർ ഇന്ന് റിലീസ് ചെയ്യുകയാണ്. ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഈ ചിത്രത്തിന് എന്തൊക്കെയാണ് പ്രത്യേകത? ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ക്ലിയർ ഓഫ്. ലുക്ക്, ലെറ്റ്സ് ഓൾ ബി ഹോപ്പ്ഫുൾ. ഹെമറ്റോമ ആണെങ്കിൽ ഇവാക്യുവേറ്റ് ചെയ്താൽ മതിയല്ലോ. ദെൻ ദ റിക്കവറി വിൽ ബി സ്മൂത്ത്. ഡോക്ടർ, അവൻ കോൺഷ്യസ് ആണോ? ഇല്ല. ബട്ട് ഡോണ്ട് വറി, that shouldn't be a problem. Excuse me, sir. Left frontoparietal bleed with intraventricular extension and midline shift. And GCS is... അവരുടെ മുമ്പിൽ വെച്ചാണോ? അതുകൊണ്ടാണ് ഞാൻ മെഡിക്കൽ ടേംസ് ഉപയോഗിച്ചത്. Damn it. He's a doctor. എന്താ പറഞ്ഞത്? സോറി സർ. കാറ് സിഗ്നൽ തെറ്റിച്ച് വന്നോണ്ട് പേഷ്യന്റിന്റെ പേരെന്താ? റെയ്ഹാൻ സൈഫുദ്ദീൻ. രാവിലെ വന്ന ആക്സിഡന്റ് കേസ് അല്ലേ? അതെ. ഓപ്പറേഷൻ തിയേറ്ററിലാണ്, 3rd floor. ഞാനൊന്ന് പോയിട്ട് വരാം, നിങ്ങളോട് ഇരിക്കും. ഞങ്ങളുടെ സിറ്റുവേഷൻ ഞാനൊന്ന് നോക്കട്ടെ. തൽക്കാലം യു സ്റ്റേ ഹിയർ. ഡോക്ടർ റാം. യെസ് ഡോക്ടർ. സർജറി ജസ്റ്റ് കഴിഞ്ഞു. വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരിക്കുക. ഇല്ല, ഞാനൊന്ന് വീട്ടിൽ പോയി വന്നിട്ട്. ഓക്കെ, ആൽക്കം. പാലക്കാട് അഹല്യ ഹോസ്പിറ്റലിൽ നിന്നൊരു കോൾ ഉണ്ടായിരുന്നു. അവിടെ 13 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഒരു ഹാർട്ട് വേണം ഇമ്മീഡിയറ്റ്ലി. ജന്മന ഹാർട്ടിന് പ്രോബ്ലം ഉള്ള കുട്ടിയാണ്. ഡയലേറ്റഡ് കാർഡിയോമയോപ്പതി. അത്യാവശ്യമായതുകൊണ്ട് അവർ എൻക്വയറിയുടെ ഭാഗമായിട്ട് വിളിച്ചതാ. ആ പയ്യൻ അവന്റെ ഫാദർ ഡോക്ടറിന്റെ ഫ്രണ്ടാ അല്ലേ? ഫ്രണ്ട് എന്ന് പറയാൻ പറ്റില്ല, ക്ലബിൽ വെച്ച് കണ്ടുള്ള പരിചയം. കമോൺ ഡോക്ടർ, വാട്ട് ആർ യു ഗെറ്റിംഗ് അറ്റ്? അദ്ദേഹം ഡോക്ടർ അല്ലേ? അതെ, സർജൻ. അപ്പോ ഇനി ആ പയ്യനൊരു റിവൈവ് ഇല്ലെന്ന് അയാൾക്കറിയായിരിക്കുമല്ലോ. ഡോക്ടർ ഒന്ന് സംസാരിച്ചാൽ. എന്ത്?
ഹാർട്ട് ട്രാൻസ്പ്ലാന്റിന് അയാൾ എഗ്രി ചെയ്താൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഞാൻ സർജറി സ്റ്റാർട്ട് ചെയ്യാം. But the boy is still on ventilator. ഏറിയാൽ എത്ര മണിക്കൂർ ഡോക്ടർ? മിറാക്കിൾ എന്നൊക്കെ പറഞ്ഞ ആളെ പറ്റിക്കാവുന്നല്ലാതെ നമുക്ക് നമ്മളെ പറ്റിക്കാൻ പറ്റില്ലല്ലോ. ചെയ്യുകയാണെങ്കിൽ അത് ഉടനെ ചെയ്യണം. ആ കുട്ടിയുടെ BP ലോ ആയിക്കൊണ്ടിരിക്കുക, ബ്രീത്തിങ് ഡിഫിക്കൽറ്റിയും കൂടി വരിക. ഇപ്പോ സമയം 11. വൈകുന്നേരത്തിന് മുമ്പ് ഹാർട്ട് അവിടെ എത്തി ട്രാൻസ്പ്ലാന്റ് നടന്നിരിക്കണം. അതിനപ്പുറം ആ കുട്ടി സർവൈവ് ചെയ്യില്ല. രക്ഷപ്പെടുന്നത് 13 വയസ്സുള്ള ഒരു കുട്ടിയാണ്. അത് ചെയ്യാതെ ഉറപ്പുള്ള ഒരു മരണത്തിന് വേണ്ടി കാത്തുകിട്ടി കിടക്കുന്നത് ഇറ്റ്സ് എ ക്രൈം വിച്ച് വി വിൽ റിഗ്രറ്റ്. താങ്ക്സ്. നമ്മളിങ്ങനെ മാറിയിരിക്കേണ്ട കാര്യം എന്താന്നാ എനിക്ക് മനസ്സിലാവാത്തത്. നിനക്ക് കാണണമെന്നില്ലേ? എന്നായാലും എല്ലാരും അറിയേണ്ട കാര്യ. ആരെങ്കിലും ചോദിച്ചാ ഞാൻ പറഞ്ഞോളാം. നോക്കണ്ട, ഒരു ഡീറ്റെയിലും ഒന്നിന്റെയും പേരിൽ അങ്ങനെ ഒളിച്ചു വെക്കേണ്ട ആവശ്യമൊന്നും നിനക്കില്ല. എന്റെ മകൻ മരിച്ചു പോവും, അതാണല്ലോ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. പക്ഷെ വേറെ ആർക്കോ വേണ്ടി അവനെ നേരത്തെ പറഞ്ഞു വിടാനാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ ഈശ്വർ വിനായക് യാതനയുടെ മുഖവുമായി അഗ്രഹാരത്തിൽ തൊഴുതുനിന്നിരുന്ന പഴയ ബ്രാഹ്മണ ബാലൻ പടിയടച്ച് പുറത്താക്കിയപ്പോഴും എതിർവാക്ക് പറയാൻ ധൈര്യമില്ലാതെ നിന്നിരുന്ന നിസ്സഹായനല്ല. പിന്നിട്ട വഴികളിലൂടെയോ വേദമന്ത്രം. ഹലോ, എവിടെ? ഓക്കെ, ഐ എം സ്റ്റാർട്ടിംഗ് നൗ. ഏയ്, ക്യാമറയുമായി ഹരിയോട് അങ്ങോട്ട് പെട്ടെന്ന് വരാൻ പറ. റിയയെ ഞാൻ ആദ്യം കാണുന്നത് 1 മാസം മുമ്പാണ്. ഏഷ്യാനെറ്റിൽ പ്രോഗ്രാം പ്രൊഡ്യൂസറായി ജോലി ചെയ്യുന്ന സമയം. ഒരു ഓണത്തിന് സിദ്ധാർത്ഥ് ശങ്കറിനെ ഇന്റർവ്യൂ ചെയ്യാൻ ചെന്നു. One second. ശശി, ഓക്കെ, ലൈറ്റിൽ ഓക്കെ അല്ലേ? ഓക്കെ. സ്റ്റഡി. മോളു ഓണമെന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസമാണ്. തിരുവോണ ദിവസം ലോകത്ത് എവിടെയാണെങ്കിലും വീട്ടിലെത്തി ഭാര്യയോടും മോളോടൊപ്പം ഞാൻ സദ്യ ഉണ്ണാൻ ശ്രമിക്കാറുണ്ട്. പലപ്പോഴും അത് സാധിക്കാറില്ല. പക്ഷെ വീട്ടിലുണ്ടെങ്കിൽ ഞാനും മോളും കൂടിയാണ് പൂക്കളമൊക്കെ ഇടാറ്. കുക്കിംഗ് അറിയാൻ വയ്യെങ്കിലും സദ്യ ഒരുക്കാനൊക്കെ ഞാനും കൂടും. ഞാനുണ്ടാക്കുന്ന രസം സാമ്പാർ പോലെയാണെന്ന് എന്റെ മോള് പറയുന്നത്. പ്രശസ്തരായ ഒരു വീട്ടുകാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ലെന്ന് പറയാറുണ്ട്. സാറിന്റെ കാര്യത്തിലും അതങ്ങനെയാണോ? അല്ല, എല്ലാ കാര്യങ്ങളും ഞാൻ അവരോട് ഷെയർ ചെയ്യാറുണ്ട്. എല്ലാ കാര്യങ്ങളും അവരെന്നോട് പറയാറുമുണ്ട്. വീട്ടിൽ ഞാനൊരു താരമല്ല, ഒരു ഭർത്താവും അച്ഛനുമാണ്. ക്യാമറ കട്ട്. ശശി, ഓക്കെ, ക്യാമറ റോൾ. ഒരു കൗതുകത്തിന് വേണ്ടി ചോദിച്ചോട്ടെ? എല്ലാ കാര്യങ്ങളും അറിയാവുന്ന പറഞ്ഞുകൊണ്ട് ചോദിക്കുക. മോളുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട് ആരാണെന്ന് ചോദിച്ചാ പറയാൻ പറ്റുമോ? പറ്റും. ഞാൻ. മോൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ടീച്ചർ ആരാ? ക്യാമറ കട്ട്. റിയ, ഹു ഈസ് യുവർ ഫേവറേറ്റ് ടീച്ചർ? എലിസബത്ത് മാം. ക്യാമറ റോൾ. റോളിംഗ് സർ. അത് എലിസബത്ത് മാഡമാണ്. സ്കൂളിൽ നിന്നെത്തിയാൽ അവൾ ഏറ്റവും അധികം സംസാരിക്കുന്നത് എലിസബത്ത് മാഡത്തെ പറ്റിയാ. ഷീസ് എ ബ്രില്യന്റ് ടീച്ചർ. പഠിപ്പിക്കലിൽ മാത്രമല്ല, സ്റ്റുഡൻസിന്റെ ഓവറോൾ ഡെവലപ്മെന്റ്സിലും. ഈ ചോദ്യക്കുറിപ്പിൽ ഒരു സെൻസേഷണൽ ന്യൂസ് ആയിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ ആ കുട്ടിയെ ഒരു സ്കൂപ്പ് മെറ്റീരിയലാക്കാൻ എനിക്ക് തോന്നിയില്ല. ഇന്നിപ്പോ അവളെന്റെ മുമ്പിൽ വീണ്ടും ഒരു പത്രപ്രവർത്തകൻ ഒഴിവാക്കാൻ പറ്റാത്ത ബ്രേക്കിംഗ് ന്യൂസായി. ഒരു ആശുപത്രിയിലെ കാർഡിയാക് കെയർ യൂണിറ്റിൽ
മരണത്തെ മുഖാമുഖം കണ്ടുകിടക്കുന്ന ഡൈയിങ് പേഷ്യന്റായി അവൾ വീണ്ടും. ആ പയ്യൻ മരിച്ചിട്ടില്ല. ബട്ട് ഹിസ് കണ്ടീഷൻ ഇസ് വെരി ബാഡ്. എപ്പോ വേണമെങ്കിലും മരണം സംഭവിക്കാം. ഹാർട്ട് എടുക്കുന്ന സമയത്ത് ഹി ഹാസ് ടു ബി അലൈവ്. മരണം സംഭവിച്ച പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അത് മാത്രമല്ല, ലെറ്റ് മീ ബി ഫ്രാങ്ക്, റിയയുടെ കണ്ടീഷനും ഒട്ടും നന്നല്ല. ബിപിയും ഹാർട്ട് റിതവും അബ്നോർമലാണ്. ഇനിയൊരു 3.5-4 മണിക്കൂറാണ് നമുക്ക് വെയിറ്റ് ചെയ്യാവുന്ന മാക്സിമം സമയം. അത് തന്നെ കൂടുതലാ. അതിനോടകം പുതിയ ഹാർട്ട് റിയയുടെ ബോഡിയിൽ പ്രവർത്തിച്ചു തുടങ്ങണം. ദ പ്രോബ്ലം ഈസ് ട്രാൻസ്പ്ലാന്റിന് ആ പയ്യന്റെ പേരൻസ് സമ്മതിച്ചിട്ടില്ല. എന്റെ മോളാണെന്ന് പറഞ്ഞോ? മാത്യു, കോൾ ദ CM's ഓഫീസ് അർജന്റ്ലി. സാർ, അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അങ്ങ് ഡൽഹിയിലായതുകൊണ്ടേ. അല്ല സാർ, ആ പയ്യന്റെ പേരൻസിനൊന്ന് നേരിട്ട് പോയി കണ്ടാൽ. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. നോ സർ, സാർ രാവിലെ 7:30ക്കും പിന്നെ 10:15 ആയിരുന്നു അവിടുന്നുള്ള ഫ്ലൈറ്റ്. നെക്സ്റ്റ് ഫ്ലൈറ്റ് രാത്രി 9:20 സ്റ്റാർട്ട് ചെയ്യുന്ന ജെറ്റേ ഉള്ളൂ. ഹെലികോപ്റ്റർ അവൈലബിലിറ്റി നോക്കൂ പ്ലീസ്, ഫാസ്റ്റ്. ഓക്കെ. ഗ്രീൻ സിഗ്നൽ കിട്ടിയിട്ട് തന്നെയാണ് ഞാൻ മുന്നോട്ടെടുത്തത്. പിന്നെ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. സിസ്റ്റർ, പേരൻസിനെ മാത്രമേ അകത്ത് വിടാൻ പാടുള്ളൂ എന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഒരു 2 മിനിറ്റ്, അത്രയും പോലും വേണ്ട, ജസ്റ്റ് ഒന്ന് കണ്ടാ മതി. പക്ഷേ ഒരാൾ മാത്രമേ അകത്ത് കയറാൻ പാടുള്ളൂ. നീ ചെല്ലേ. അതിഥി, ഒരാൾക്ക് കയറി കാണാം. ചെല്ല്. ചെല്ല്. മരീന, ജസ്റ്റ് കം ഹിയർ. എന്താ? AF പോലെ തോന്നുന്നു, എന്നാലും BP നോക്കാം. ഓക്കെ. കോൾ ദ ഡോക്ടർ. ശരി. Loras 2 mg IV start. Yes, sir.
It's a seizure. We are trying our best. ഡോക്ടർ ഞാനൊന്ന് Doctor, please. You know how it is. Hello, sir. I am James Joseph. MP. I am sorry. എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. പറയാൻ പോകുന്നത് ഇങ്ങനൊരു സിറ്റുവേഷനിൽ പറയാൻ പാടുള്ളതാണോ എന്നും എനിക്കറിയില്ല. പാലക്കാട് അഹല്യ ഹോസ്പിറ്റലിൽ നിന്ന് എനിക്കൊരു കോൾ ഉണ്ടായിരുന്നു. മിസ്റ്റർ സിദ്ധാർത്ഥ് ശങ്കർ. Excuse me, sir. District Collector. He wants to talk to you. ഹലോ. ലുക്ക് മിസ്റ്റർ കളക്ടർ, നിങ്ങൾക്കും ബാക്കി എല്ലാവർക്കും എന്റെ മകൻ മരിക്കാൻ പോകുന്ന ആരോ ആണ്. പക്ഷേ എനിക്കിപ്പോഴും അവൻ ജീവിച്ചിരിക്കുന്ന എന്റെ മകനാണ്. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ദാറ്റ് മീൻസ്. Yes, sir. I understand. Thank you for everything. എനിക്കപ്പോ എന്റെ അമ്മയോടൊന്ന് സംസാരിക്കണം. ടോക്കിംഗ് പോയിന്റിൽ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ഒരു വെരി സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. മഹാദേവനായും ഇൻസ്പെക്ടർ കിരണായും റാംമൂർത്തിയായും ഡോക്ടർ മഹേന്ദ്രനുമായൊക്കെ നമ്മുടെ ഹൃദയങ്ങളെ കീഴടക്കിയ മലയാളത്തിന്റെ സൂപ്പർ മെഗാ സ്റ്റാർ സിദ്ധാർത്ഥ്. There is lot to talk, lot to know. Welcome to the slow. Oh damn! ഷോ എന്താ പോയിട്ട് ഈ സ്ലോ എന്താ? ഷോ ആണ്. ഈ ഷോ എന്താ? സ്ലോ ആണ്. അവന്റെ ഏറ്റവും വലിയ ഡ്രീമായിരുന്നു ഇന്നത്തെ ദിവസം. ഹി വാണ്ടഡ് ടു ബി എ ഗുഡ് ജേർണലിസ്റ്റ്. ഒരുപാട് കാലം എല്ലാവരും ഓർത്തിരിക്കുന്ന ഒരു ഗ്രേറ്റ് ജേർണലിസ്റ്റ്. ഞാനതിനെ സിഗ്നൽ തെറ്റിച്ചു വന്ന ഒരു കാറിന്റെ അശ്രദ്ധ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ ഞാനൊരല്പം കൂടി ശ്രദ്ധ കാണിച്ചിരുന്നെങ്കിൽ ചിലപ്പോ ഒരു ആക്സിഡന്റ് അവന്റെ ഒരു ഡ്രീം ഇല്ലാതാക്കിയെങ്കിൽ അതിനേക്കാൾ വലിയൊന്ന് നമുക്ക് അവന് പകരം കൊടുക്കണം. ഒരുപാട് കാലം എല്ലാവരും ഓർത്തിരിക്കുന്ന ഒരു ഗ്രേറ്റർ ഹ്യൂമൻ ബീങ്. രാജീവ് അവരെ പറഞ്ഞ് സമ്മതിപ്പിക്കണം. Let us give him the best goodbye gift. ഗുഡ് ന്യൂസ്. റെയ്ഹാന്റെ പേരൻസ് സമ്മതിച്ചു. ട്രാവൽ അറേഞ്ച്മെന്റ്സ് എങ്ങനെയാണ്? ഫ്ലൈറ്റ് ഓർ ചോപ്പർ? കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് ഇല്ല. ചാർട്ട് ചെയ്യണമെങ്കിൽ മിനിമം 4 മണിക്കൂർ വേണമെന്നാണ് അവർ പറയുന്നത്. വെതർ പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഹെലികോപ്റ്റർ അവൈലബിൾ അല്ല.
അത്രയൊന്നും വെയിറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. വാട്ട് ഈസ് നെക്സ്റ്റ് ഓപ്ഷൻ? ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, ബൈ റോഡ്. സർ, എം പി കളക്ടർ വെയിറ്റ് ചെയ്യാൻ എപ്പോ സ്റ്റാർട്ട് ചെയ്യാമെന്നാ ചോദിക്കുന്നത്. കൊച്ചി ടു പാലക്കാട് 2 മണിക്കൂർ. റബിഷ് പറയുന്നതിന് എന്തെങ്കിലും ഒരു സെൻസ് വേണം. സർ, പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. Tell me now, sir, what next? ഇറ്റ്സ് ഇംപോസിബിൾ സർ. No way. It should be made possible by hook or crook. 150 കിലോമീറ്ററാണ് സർ, വിച്ച് മീൻസ് ദാറ്റ് വി ഹാവ് ടു മൂവ് അറ്റ് സ്പീഡ് ഓഫ് 100 km/h. ഹൈവേസ് ഓക്കെ, പക്ഷേ 3 മേജർ ജില്ലകളാണ് പിന്നിടുന്നത്, ഒരുപാട് ചെറിയ ടൗണുകളും. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ 60 കിലോമീറ്ററിൽ കൂടുതൽ സ്പീഡ് നമുക്ക് എടുക്കാൻ പറ്റില്ല. മോറോവർ ഇറ്റ്സ് എ വർക്കിംഗ് ഡേ. ഒരു 5 മിനിറ്റ് ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായാൽ എല്ലാ പ്ലാനും തെറ്റും. അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലുകാരെ ഈ ടാസ്ക് ഏൽപ്പിക്കാൻ നമുക്ക് പറ്റില്ല. ഒരു എക്സ്പെർട്ട് ഡ്രൈവർ വേണം, ട്രാഫിക് കൺട്രോളും വേണം, പോലീസ് മെഷീനറി നേരിട്ട് ഇടപെട്ടേ പറ്റൂ. നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന ചെന്നൈയിൽ ഇതേപോലൊരു സംഭവം പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഏറ്റെടുത്ത് നടത്തിയിട്ടുണ്ട്. They have done it very successfully. യെസ്, ഐ നോ ദാറ്റ്. പക്ഷെ അവർക്ക് പ്ലാനിങ്ങിന് നല്ല സമയം കിട്ടി. പിന്നെ ചെന്നൈയിലെ റോഡല്ലല്ലോ സർ, കേരളത്തിലെ റോഡ്. But you make it try now, sir. ഫെയിലിയർ ആയാലോ ഒന്ന് ശ്രമിച്ചിട്ടായിക്കൂടെ? വിരോധമില്ല സർ, പക്ഷെ ഓഫീസ് ഇവിടെ നേരത്തെ ആയിരിക്കും പലയിടത്തു കൂടിയും ഈ പറഞ്ഞ സ്പീഡിൽ നമ്മൾ യാത്ര ചെയ്യുന്നത്. റോഡിൽ തിരക്കുണ്ടാവും, സ്കൂൾ വിട്ടു പോകുന്ന കുട്ടികളുണ്ടാവും. ഇഫ് യു ഗീവ് us orders, we'll move. പക്ഷേ അത് സാറിന്റെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കും. ഇത്ര അപകടം പിടിച്ചൊരു മിഷന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ എനിക്ക് പറ്റില്ല സർ. ഒരു ജീവന് വേണ്ടിയാണ്, ഐ അഗ്രി. പക്ഷെ അതുപോലെ പ്രധാനപ്പെട്ടതാണ് ആ വാഹനത്തിലുള്ളവരും റോഡിലിറങ്ങുന്നവരും. ലെറ്റ്സ് ഡ്രോപ്പ് ഇറ്റ് സർ, ഇറ്റ്സ് ടു ഡേഞ്ചറസ് എ ഗെയിം. പാലക്കാട് കടന്നാൽ പിന്നെ പ്രശ്നമില്ല, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. ഹോസ്പിറ്റൽ വരെയുള്ള എല്ലാ മെയിൻ റോഡ്സും ബ്ലോക്ക് ചെയ്യാനും പറ്റും. അവിടം വരെ ഒന്ന് എത്തിക്കിട്ടുക എന്നുള്ളതാ. അവിടുത്തെ കമ്മീഷണർ വളരെ അടമന്റാണ്. But we don't have time to lose. സർ, മിനിസ്ട്രി ലെവലിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രഷർ. എല്ലാം ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ കളക്ടർ ഒരു സ്റ്റാൻഡ് എടുക്കുന്നില്ല. അതാ ഇപ്പൊ പ്രോബ്ലം ആയിരിക്കുന്നത്. ആ കമ്മീഷൻ അയാളെ അത്ര കൺവിൻസ് ചെയ്തിട്ടുണ്ട്. എന്താ ഈ കമ്മീഷണറുടെ പേര്? അജ്മൽ നാസർ. വിളിച്ചെന്തെങ്കിലും ഓഫർ ചെയ്യും. അതും ചെയ്തു. തുക അയാൾ പറയട്ടെ, 10 മിനിറ്റിനുള്ളിൽ അയാളുടെ കയ്യിലെത്തിക്കാന്ന് പറ. ഒക്കെ ശ്രമിച്ചു, ഒരു രക്ഷയില്ല. You call up your Cochin branch right now, and tell them that I will go to the media. ഈ അജ്മൽ നാസർ എന്ന് പറയുന്നവൻ ആരായിരുന്നാലും I don't care. Sir, I will see to it that he gets screwed. Sir, please. എന്നെ അറിയില്ല അവന്. സിദ്ധു, പ്ലീസ്, ഇതൊന്നും സംസാരിക്കേണ്ട സമയമല്ല ഇത്. ഒരു സൊല്യൂഷനെ പറ്റി ആലോചിക്കാം. ഞങ്ങൾ വേണമെങ്കിൽ ഹോൾ പ്രോസസ് ഏറ്റെടുക്കാമായിരുന്നു, പക്ഷെ അതിനു വേണ്ട സമയം നമുക്കില്ലല്ലോ. അവിടുത്തെ ഡോക്ടേഴ്സും ഒരു എസ് കിട്ടിയാൽ ഉടനെ. യെസ്, I am calling from Lakeshore Hospital, sir. The chairman wants to speak to you. ഓക്കെ. ഡോക്ടർ സൈമൺ ഡിസൂസ. ഗുഡ് ആഫ്റ്റർനൂൺ സർ, തോമസ് ആണ്. ഗുഡ് ആഫ്റ്റർനൂൺ. എന്തായി? ആർ യു ഓൾ റെഡി? ഒരു ചെറിയ പ്രോബ്ലം ഉണ്ട് സർ. ബൈ റോഡ് എത്തിക്കാൻ പറ്റില്ലെന്നാണ് അവിടുത്തെ കമ്മീഷൻ ഓഫീസിൽ നിന്നും പറയുന്നത്. The heart will reach you, and it will reach you by road. You start your preparations. പറയുന്നത് ഞാനാണ് തോമസ്. Just trust me. Yes, doctor. What can I do for you? റെസിഗ്നേഷൻ ലെറ്റർ എഴുതി മേശപ്പുറത്ത് വെച്ചിട്ട് മറ്റെന്തെങ്കിലും ജോലി ചെയ്ത് ജീവിക്കുക. That's what you can do for me. Is this a joke? Yes, it's a big joke. ഡോണർ റെഡി, റെസിപ്പിയന്റും വെയിറ്റിംഗ്. ഒരൊറ്റ ഗ്രീൻ സിഗ്നൽ കിട്ടിയാൽ സർജറി സ്റ്റാർട്ട് ചെയ്യാൻ ഡോക്ടേഴ്സും തയ്യാർ. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ടവർ കൈവിറച്ച് ഒളിച്ചിരിക്കുന്നു. ഇതിനേക്കാൾ വലിയ തമാശ എന്താ ഉള്ളത്? മിനിറ്റിൽ 75ഓളം വാഹനങ്ങൾ ഓടുന്ന 3 മേജർ സിറ്റീസ്, എണ്ണിയാൽ തീരാത്ത ബൈലൈനുകളും വൺ വേ റൂട്ടുകളും. ആകെയുള്ളത് 50-ൽ താഴെ ട്രാഫിക് സിഗ്നൽസും 40-ൽ താഴെയുള്ള പോലീസ് ഫോഴ്സും. ഉച്ചതിരിഞ്ഞ് 3:30 തൊട്ട് 100 കണക്കിന് വരുന്ന സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള കാൽനടക്കാർ. ഡോക്ടർ, ഇങ്ങനെ ഓവർ റിയാക്ട് ചെയ്യുന്നതിന് മുമ്പ് ഇത്തരം ഡീറ്റെയിൽസ് ഒന്ന് ആലോചിച്ചാൽ വളരെ നല്ല. ഏത് മെഡിസിനോടാണ് പേഷ്യന്റിന് റിയാക്ഷൻ ഉള്ളതെന്ന് അറിയാതെയുള്ള ഒരു ക്വിക്ക് സർജറി, ഉണ്ടാവാൻ സാധ്യതയുള്ള ഡീപ്പ് വീനസ് ത്രോംബോസിസ്, ഡാമേജ് ടു കിഡ്നീസ്, ലിവർ ഓർ എനി അതർ ഓർഗൻ ഫ്രം ആന്റി റിജക്ഷൻ മെഡിക്കേഷൻ, ഏത് സമയത്തും ഉണ്ടാകാവുന്ന ഹാർട്ട് അറ്റാക്ക്, ഹാർട്ട് റിതം പ്രോബ്ലം അല്ലെങ്കിൽ സ്ട്രോക്ക്. ടെക്നിക്കൽ റിസ്ക് പറഞ്ഞ് മത്സരിക്കാനാണെങ്കിൽ ഫൈറ്റ് സമാസമത്തിൽ കലാശിക്കും. തടസ്സങ്ങൾ ഉണ്ടാകും കമ്മീഷണർ. അത് പരിഹരിച്ച് മുമ്പോട്ട് പോകാനാണ് പോലീസ് ഫോഴ്സ്. അല്ലാതെ യാതൊരു തടസ്സവുമില്ലാതെ ഫാന്റസി കണക്കെ കിടക്കുന്ന റോഡാണെങ്കിൽ നോക്കാമായിരുന്നു എന്നാണെങ്കിൽ അതിന് നിങ്ങളുടെ ആവശ്യമില്ല. നല്ല ചുണക്കുട്ടികളായ ആംബുലൻസ് ഡ്രൈവർമാർ ഇഷ്ടം പോലെ ഉണ്ട് ഈ ഹോസ്പിറ്റലിൽ. ലുക്ക് ഡോക്ടർ, നിങ്ങളോട് ആൻസർ ചെയ്യേണ്ട കാര്യമോ നിങ്ങളെ കൺവിൻസ് ചെയ്യേണ്ട കാര്യമോ എനിക്കില്ല. ശ്രമിക്കുകയും വേണ്ട. മന്ത്രിക്ക് സ്വീകരണ പരിപാടിക്ക് എസ്കോർട്ട് പോകുമ്പോ അപകടമില്ല, തടസ്സമില്ല, നേരത്തെ പറഞ്ഞ ഈ കണക്കുകൾ തീരെയില്ല.
ചെറുപ്പം പണയം വെച്ചിരിക്കുന്നതിന്റെ വിശദീകരണം എനിക്ക് കേൾക്കുകയും വേണ്ട. തർക്കിക്കാൻ എനിക്കും സമയമില്ല. ബിഫോർ യു മേക്ക് എ ഡിസിഷൻ, റിമെമ്പർ സംതിങ്. നിങ്ങൾ നോ പറഞ്ഞാൽ ഇവിടെ ഒന്നും സംഭവിക്കില്ല. ഏതൊരു ദിവസത്തെയും പോലെ ഈ ദിവസവും കടന്നു പോകും, മറക്കപ്പെടും. പക്ഷേ നിങ്ങളുടെ ഒരൊറ്റ യെസ് ചിലപ്പോൾ ചരിത്രമാകും. വരാനിരിക്കുന്ന ഒരുപാട് പേർക്ക് യെസ് പറയാൻ ധൈര്യം പകരുന്ന ചരിത്രം. എമർജൻസി മീറ്റിംഗ് ഇൻ 20 minutes. മിനിസ്റ്റേഴ്സിന് പൈലറ്റ് പോയിട്ടുള്ള എല്ലാവരും പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സിൽ. നമ്മൾ മിഷൻ ആരംഭിക്കുന്നു. ഓൺ മൈ റെസ്പോൺസിബിലിറ്റി. 150 കിലോമീറ്റർ, 2 മണിക്കൂർ. സ്റ്റാർട്ടിംഗ് പോയിന്റ് ലേക്ക് ഷോർ ഹോസ്പിറ്റൽ എറണാകുളം, ഡെസ്റ്റിനേഷൻ പാലക്കാട് അഹല്യ ഹോസ്പിറ്റൽ. ഒരു ഹോൾട്ടും ഉണ്ടാവില്ല. റിലാക്സ് ചെയ്യാൻ ഒരു സെക്കൻഡ് പോലും കിട്ടിയെന്ന് വരില്ല. ഇറ്റ്സ് ഗോയിങ് ടു ബി എ വെരി ഡേഞ്ചറസ് ജേർണി ത്രൂ ഔട്ട്. ഒരു മിനിസ്റ്റർക്ക് പൈലറ്റ് പോകുന്നതിനേക്കാൾ 10, 20 or 30 ടൈംസ് മോർ ഡേഞ്ചറസ്. എല്ലാ ഡിസ്ട്രിക്റ്റിലുമുള്ള പോലീസ് ഫോഴ്സിന് ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. ഓരോ പോയിന്റിലും ട്രാഫിക് കൺട്രോളിനുള്ള എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്തിരിക്കും. നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ തയ്യാറായാൽ അരമണിക്കൂറിനുള്ളിൽ നമ്മൾ ഈ മിഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കും. ബട്ട് സാർ, പാലക്കാട് വരെ 2 മണിക്കൂറിനുള്ളിൽ പറയുമ്പോൾ തീരെ പോസിബിൾ അല്ലാത്ത ലക്ഷ്യമല്ലേ സാർ അത്? ഇത്തരമൊരു ഷോർട്ട് നോട്ടീസിൽ എത്രത്തോളം ട്രാഫിക് കൺട്രോൾ സാധ്യമാണ് സാർ? സാർ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ മറ്റു വാഹനങ്ങൾ ബ്ലോക്ക് ചെയ്യുന്നത് മാത്രം സൊല്യൂഷൻ ആവില്ല. തന്നെയുമല്ല, തിരക്കുള്ള നേരമായതുകൊണ്ട് അങ്ങനെ ബ്ലോക്ക് ചെയ്താൽ അത് വളരെ സീരിയസ് ആയിട്ടുള്ള ട്രാഫിക് ജാം ഉണ്ടാക്കാനുള്ള സാധ്യതയേറെയാണ്. അത്തരം കൊമേഴ്ഷ്യൻസ് ഉണ്ടായാൽ നമ്മളുടെ വാഹനങ്ങൾ മാത്രമാണെന്നില്ലോ സാർ ഒരു എമർജൻസിയിൽ പോകുന്നത്. മാത്രമല്ല, ആൾക്കാർക്ക് തീരെ ശീലമില്ലാത്ത ട്രാഫിക് റെഗുലേഷൻസ് നടപ്പിലാക്കാനുള്ള സമയം ഇനിയില്ല. അത് വിട്ടേക്ക് ബാലു, അതിന്റെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും എനിക്കാണ്. ഈ മിഷൻ ഏറ്റെടുക്കുന്ന ആരായാലും ഹി വിൽ ഹാവ് ടു ബിലീവ് ഇൻ മീ കംപ്ലീറ്റ്ലി. യാത്രയുടെ ഓരോ ഘട്ടത്തിലും. പക്ഷേ സാർ, വാഗ്വാദത്തിനൊന്നും ഇവിടെ സമയമില്ല. നിങ്ങൾ നോ പറഞ്ഞാൽ ഇവിടെ ഒന്നും സംഭവിക്കില്ല. ഏതൊരു ദിവസം പോലെ ഈ ദിവസവും കടന്നങ്ങ് പോവും. പക്ഷെ നിങ്ങളുടെ ഒരു യെസ് ചിലപ്പോൾ നാളെ ചരിത്രമാവും. വരാനിരിക്കുന്ന ഒരുപാട് പേർക്ക് യെസ് എന്ന് പറയാൻ ധൈര്യം നൽകുന്ന ചരിത്രം. If any one of you come. രാമേട്ടനുണ്ടായിരുന്നെങ്കിൽ ഞാൻ ചേട്ടനെ ബുദ്ധിമുട്ടിപ്പിക്കില്ലായിരുന്നു. ഇത്ര നല്ലൊരു കോഴ്സിന് അഡ്മിഷൻ കിട്ടിയിട്ടും അതിന് ചേരാൻ പറ്റില്ലെന്ന് പറഞ്ഞ അവക്കത് വല്ലാത്ത വിഷമാ ചേട്ടാ. സ്കൂളിൽ ഞാൻ വിടാം. വേണ്ട അച്ഛാ, ഞാൻ നടന്നോളാം. സൗമ്യ മീരയൊക്കെ ഉണ്ടല്ലോ. Get ready for the surgery and be at the operation theatre in 10 minutes. Dr. Sheetal, Rehana theaterലേക്ക് മൂവ് ചെയ്തോളൂ now. Okay, doctor. ലീവിലാണെന്ന് എനിക്കറിയാം, but please do come. ഒരു ഡ്രൈവിന് പോവാം. വാ.
സുദേവൻ, the van is ready. ഇവിടെ നിന്ന് you will go straight to Lakeshore Hospital. സർജറി 10 മിനിറ്റിൽ തുടങ്ങും. അതിനുശേഷമുള്ള അവിടുത്തെ അറേഞ്ച്മെന്റ്സ് ഹോസ്പിറ്റൽ സ്റ്റാഫ് തന്നെ ഏറ്റിട്ടുണ്ട്. So by the time you get there, everything will be ready. ഇവിടെ നിന്ന് 2 മണിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയാൽ 4 മണിക്ക് ഞാൻ പാലക്കാട് എത്തിയിരിക്കണം. You will get my messages through repeater stations. സുദേവൻ, this is the route map. സ്ട്രെയിറ്റ് റോഡ്സിലും ഹൈവേസിലും മാക്സിമം സ്പീഡ്, സിറ്റീസിലും ടൗൺസിലും ജംഗ്ഷൻസിലും സ്ലോ ഡൌൺ ചെയ്യേണ്ടി വന്നാലും 70 കിലോമീറ്റർ കുറയാൻ പാടില്ല ഒരു പോയിന്റ്. ആദ്യത്തെ 25 കിലോമീറ്റർ വളരെ ക്രൂഷ്യലാണ് സ്ട്രെയിറ്റ് റോഡ്. മറ്റു വാഹനങ്ങളെ കൺട്രോൾ ചെയ്യാൻ അവിടേക്ക് ഫോഴ്സ് പുറപ്പെട്ടിട്ടുണ്ട്. ആ 25 കിലോമീറ്റർ 12 മിനിറ്റിൽ കവർ ചെയ്യും. അതിനുശേഷം 2 തിരക്കുള്ള ജംഗ്ഷൻസ് ആണ്. അവിടെ സ്ലോ ഡൌൺ ചെയ്ത് വരുമ്പോൾ ഉണ്ടാകുന്ന സമയനഷ്ടമാണ് ആദ്യത്തെ ഈ സ്ട്രെച്ചിൽ ബാലൻസ് ചെയ്യേണ്ടത്. വിച്ച് മീൻസ് ആദ്യത്തെ 25 കിലോമീറ്റർ യു വിൽ ഹാവ് ടു മൂവ് അറ്റ് സ്പീഡ് ഓഫ് 120 km/h. ഈ യാത്രയിൽ നിങ്ങളോടൊപ്പം 2 പേരുണ്ടാവും. ഒന്ന് കാർഡിയാക് സർജൻ ഡോക്ടർ ബിനോയ് ജോസഫ്. സോറി ഡോക്ടർ, എനിക്ക് പറ്റില്ല. ഹെലികോപ്റ്റർ ആയിരിക്കുമെന്ന് കരുതിയാ ഞാൻ ഓക്കെ പറഞ്ഞത്. പക്ഷെ ഇത് വല്ലാത്ത റിസ്ക് ആണ്. ദയവായി എന്നെ ഒഴിവാക്കി തരണം. പിന്നെ രാജീവ്, റേഹാന്റെ ഫ്രണ്ട്. സർജറി കഴിഞ്ഞു. റേഹാന്റെ മരണം സ്ഥിരീകരിച്ചു. And there is a small change. Dr. Binoy Josephine പകരം Dr. Abel തൈരനായിരിക്കും നിങ്ങളോടൊപ്പം വരുന്നത്. Now it's up to you, Sudevan. Go and make this a success. ഹലോ, കുറച്ചു നേരത്തേക്ക് എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കും. ഒരു എമർജൻസി ഡ്യൂട്ടി ഉണ്ട്. കൊച്ചി തന്നെയാ? അല്ല, പാലക്കാട് വരെ പോണം. എസ്കോട്ടാണോ? എന്താ? തീർക്കാൻ പറ്റുമോ എന്ന് അറിയാത്ത ഡ്യൂട്ടിയാണ്. ഏതോ ഒരു കാലത്ത് പോലീസിലുണ്ടായിരുന്ന ഒരു കൈക്കൂലിക്കാരൻ കോൺസ്റ്റബിൾ എന്നാവരുത് റെക്കോർഡ്സിൽ എന്റെ പേര്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ചോദിച്ചു വാങ്ങിയ ഡ്യൂട്ടി. പോട്ടെ, വൈകിയാലും ഞാനിങ്ങെത്തും. രാജീവ്, ഏബൽ, സുദേവൻ. ട്രാഫിക് കോൺസ്റ്റബിൾ സുദേവൻ നായരാണ് ദൌത്യം ഏറ്റെടുത്തിരിക്കുന്നത്. മന്ത്രിമാർക്ക് പൈലറ്റ് വാഹനം ഓടിച്ച ശീലമുള്ള ഇദ്ദേഹം ഈ ജോലി ഏറ്റെടുക്കുവാൻ സ്വയം മുന്നോട്ട് വരികയായിരുന്നു. Good going, Sudevan. You're doing absolutely fine. What's the speed? Just above 120 kilometers, sir.
22 kilometers covered, sir. Brilliant. That means ഉദ്ദേശിച്ച സമയത്തേക്കാൾ 2 മിനിറ്റ് നേരത്തെ. Keep going. You are doing great. സർ വരുന്നുണ്ട്. പാസ് ചെയ്തു സർ. മാത്യു. ഓക്കെ, താങ്ക് യു. ഒന്ന് അന്വേഷിച്ചിരിക്കണം സാർ. സോ ഫാർ സോ ഗുഡ്. 25 കിലോമീറ്റർ കഴിഞ്ഞു. പേഷ്യന്റ് ഇട്ടിരുന്ന ഡ്രസ്സാണ്. ക്രോസ് ചെയ്തു. 2 മിനിറ്റിനുള്ളിൽ അവിടെ എത്തും. ഓക്കെ, we are all set here. Roads are blocked and all passes are clear. സമീർ, 2 മിനിറ്റിനുള്ളിൽ അവരെത്തും. And you will be making that road. ശശി, ഒരു മാസം ആ സൈഡിലേക്ക് ഡീവിയേറ്റ് ചെയ്യാൻ നോക്കണം. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ വാഹനം ഇതുവഴി കടന്നുപോകും. പെട്ടെന്നുള്ള ഉദ്യമമായതുകൊണ്ട് പൊതുജനങ്ങൾക്ക് അല്പം അമ്പരപ്പുണ്ടായിട്ടുണ്ടെങ്കിലും പൂർണ്ണമായ സഹകരണമാണ് അവരുടെ ഭാഗത്തു നിന്ന്. അവരെത്തിയിട്ടില്ല സർ. The road is clear. Okay, good. Sudevan, road clear ആണ്. Same speed, don't slow down. Sudevan, can you hear me? Sudevan, ഇതെന്താ കണക്ഷൻ പോയ? അങ്ങനെ വരാൻ വഴിയില്ല സർ. You check it. You try another frequency now. Hello. Asham, We are waiting sir. എത്തിയിട്ടില്ല? No sir. Hey, what's happening? No response sir. നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്. ദയവായി അല്പനേരം കഴിഞ്ഞ് ഒരു ട്രേസുമില്ല സാർ. പറഞ്ഞതനുസരിച്ച് അവർ എത്തേണ്ട സമയം കഴിഞ്ഞിട്ട് ഒരുപാടായി. ഐ ഡൗട്ട് ഇഫ് ഇറ്റ്സ് ആൻ ആക്സിഡന്റ്. ഞങ്ങൾ ജീപ്പ് എടുത്ത് പോട്ടെ സാർ. ഓക്കെ, പക്ഷെ വഴിയിൽ മൂവിംഗ് വാൻ കാണുകയാണെങ്കിൽ ഡോണ്ട് ആസ്ക് ഹിം ടു സ്റ്റോപ്പ്. ഓക്കെ, ഇല്ല. പക്ഷേ ഈ സ്ട്രേറ്റ് റോഡിൽ ഡീവിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. നോ ലക്ക് സർ. ദ വാൻ ഈസ് മിസ്സിംഗ്. വാട്ട്? ദ വാൻ ഈസ് മിസ്സിംഗ്. ഹൈവേക്കിടയിലുള്ള ഏതോ സ്ഥലത്ത് വെച്ചാണ് വാൻ കാണാതായിരിക്കുന്നത്. ഈ തിരോധാനം പോലീസിനെ ആകെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. അപ്രതീക്ഷിതമായി ഈ സംഭവത്തെ എങ്ങനെ നേരിടണമെന്ന് ദ്രുതഗതിയിൽ ആലോചിക്കുകയാണ് പോലീസ് സംഘം. ഇന്ന് പോയില്ലേ? ഹാഫ് ഡേ ലീവാണ്. ചേച്ചി ചേച്ചി ഇറങ്ങാൻ തുടങ്ങാം. എങ്ങോട്ടേക്കാ ട്രിപ്പ്? മുംബൈ. ഒരു 2 ഡേ കോൺഫറൻസ്. ഓക്കെ. എന്റെ ഫ്രണ്ടാ റേഹാൻ. ഓക്കെ. ടോണി, മറിയം 5th ഫ്ലോറിലാ. ഹലോ. പഠിക്കുകയാണോ? അല്ല, ഇന്ത്യ വിഷനില്ല. ഓ, ആക്ച്വലി ഇന്നവന്റെ ഫസ്റ്റ് ഡേ ആണ്. ഓ, ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്. See you. ബൈ. ശരി, ഇപ്പൊ തന്നെ ലേറ്റ്. ഈ പയ്യനെ മുൻപ് എവിടെ കണ്ടിട്ടുണ്ട്? അന്ന് കണ്ടപ്പോ പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ഇന്നിപ്പോ ചെറിയൊരു ഡൗട്ട്. ആണോ? അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ. ഏതായാലും അവനെ കണ്ടിട്ട് കൊള്ളാം. ബൈ. ബൈ.
I'll be reaching there in the afternoon. Yeah. Catch you there. കോൺഫറൻസ് ചിലപ്പോ ഒരു ദിവസത്തോടെ നീളും. അത് പിന്നെ എപ്പോഴും ഉള്ളതല്ലേ. സൗത്ത് ബ്രാഞ്ചിൽ നിന്നാണ് വിളിച്ചത്. അവര് പറയുന്നത് ഞങ്ങൾ തന്നെ പ്രസന്റേഷൻ തീർക്കണം. നടക്കൂ. അവര് ഗുണ്ടകളെ മന്ത്രി നേരിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് ഒപ്പോസിഷൻ ലീഡർ പറയുന്നു. അങ്ങനല്ലെന്ന് മന്ത്രി പറയുന്നു. ഗുണ്ടകൾ അവരുടെ ജോലി What the hell is this link, Ashik? Political statements പാടില്ലെന്ന് 1000 തവണ ഞാൻ പറഞ്ഞിട്ടില്ലേ? അല്ല മറിയം, ഈ ഗുണ്ട ഇഷ്യൂ എന്ന് പറയുന്നത് ഇപ്പോ ഒരു സീരിയസ് പ്രശ്നമായതുകൊണ്ട് നമ്മളെങ്കിലും അതിനെപ്പറ്റി ഒരു ഹെൽത്തി ക്രിറ്റിസിസം. അങ്ങനെ ഒരു ഹെൽത്തി ക്രിറ്റിസിസം വേണ്ട. അത് പത്രക്കാർ ചെയ്തോളും. We stand for entertainment and just entertainment. കൂടുതൽ ബുദ്ധിജീവി ടോക്കൊന്നും വേണ്ട. ചെന്ന് പറ. Now. കഴിഞ്ഞ മീറ്റിംഗിന് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞതാ. അതിനവൻ കുഴപ്പമൊന്നും പറഞ്ഞില്ലല്ലോ. ഇല്ല, കണ്ടോ ഇപ്പൊ വരും മോളിന്ന് ഫോൺ. കുറച്ച് ബാക്കിലേക്ക് എടുക്ക്. ഒന്ന് പെട്ടെന്ന്. എന്താ? ഒരു കാറുകാരൻ ബൈക്കേ ചാമ്പിയതാ. തിരിച്ചു വിട്ടു, അല്ലേ പെട്ടുപോകും. ആ പയ്യന്മാരുടെ പോക്ക് കണ്ടപ്പോഴേ എനിക്ക് തോന്നിയതാ. ഫ്ലൈറ്റ് മിസ്സാവുമെന്തോ. ഏയ്, നമുക്ക് അറ്റ്ലാന്റിസ് വഴി പോവാം. ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 2:20 കഴിഞ്ഞ് 56 സെക്കൻഡ്. മാഡം, ഒരു ഓണർ പ്രപ്പോസലാ. നോക്കിയിട്ട് നാളെ തന്നെ ഒരു ഫീഡ്ബാക്ക് വേണമെന്ന് സാജു പറഞ്ഞു. നൈസ് ഷർട്ട് മാം. താങ്ക്സ്. കൂൾ യാ. Alex, can you hear me? I can hear you, sir. Okay. എല്ലാ ബൈലൈൻസിലും സൈഡ് റോഡ്സിലും നമ്മുടെ ആൾക്കാർ പോകണം. സംശയം തോന്നുന്ന ഒരു വണ്ടിയും ചെക്ക് ചെയ്താൽ വിടരുത്. നോ അലക്സ്, വാനിലെ വയർലെസ് തകരാറിലായതാകാനാണ് സാധ്യത. പക്ഷെ പുറപ്പെടുമ്പോൾ പെർഫെക്റ്റ് കണ്ടീഷനിലായിരുന്നു. ഒന്നുകിൽ കാര്യമായ ഒരു ഷേക്ക്, ലൈക്ക് ആൻ ആക്സിഡന്റ്, അല്ലെങ്കിൽ മനഃപൂർവ്വമായ കണക്ഷൻസ് കട്ട് ചെയ്തിരിക്കുന്നു. അല്ലാതെ ഒരു കേടുവരാൻ സാധ്യതയില്ല സർ. സർ, നൗ ദ പ്രോബ്ലം ഈസ് നമ്മുടെ മിഷൻ വളരെ പുറകിലാണ്. ഇറ്റ്സ് ഓൾറെഡി 2:40. ഓരോ മിനിറ്റ് കഴിയുന്നോറും ഇറ്റ്സ് ഗെറ്റിംഗ് മോർ ആൻഡ് മോർ ഇമ്പോസിബിൾ. അതിനെ നമുക്ക് മറന്നു കളയാനേ പറ്റൂ. ഇനി വാൻ കണ്ടെത്തി ജേണി തുടരാന്നൊക്കെ പറഞ്ഞാൽ. ഹീസ് റൈറ്റ് സർ. വാൻ കണ്ടെത്തിയാൽ തന്നെ നമ്മുടെ മിഷൻ ഇനി ഫെയിലിയർ ആവുന്നുള്ളത് ഉറപ്പാണ്. ഫെയിലിയർ തോറ്റു പോകുന്നിടത്തല്ല, പിന്മാറുന്നിടത്താണ്. And I'm not going to do that. സർ, മൊബൈൽ കമ്പനീസ് നിന്നുള്ള റിപ്ലൈ എത്തി. വാനിലെ 3 നമ്പേഴ്സ് ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ്. സോ ലൊക്കേഷൻ അവർ ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ അതിലൊരു നമ്പർ ഇടയ്ക്ക് ഓണായി. മറ്റൊരു മൊബൈലിലേക്ക് 2 മെസ്സേജ് അയച്ചിട്ടുണ്ട്. മെസ്സേജ് റിസീവ് ചെയ്ത നമ്പർ കിട്ടിയിട്ടുണ്ട് സർ. ആദ്യം അത് കടവന്ത്ര ടവറിന്റെ കീഴിലാണ്, പിന്നെ അത് വൈറ്റ്ല ടവറിലെത്തി. ആൻഡ് നൗ ഇറ്റ് ഹാസ് ജസ്റ്റ് എൻഡഡ് എടപ്പള്ളി ടവർ. ദാറ്റ് മീൻസ് ആ നമ്പർ ട്രാവലിംഗ് ആണ്. Get me both the numbers and details. ഇടയ്ക്ക് സ്വിച്ച് ഓൺ ആയ നമ്പറും മെസ്സേജ് റിസീവ് ചെയ്ത നമ്പർ. It's right here, sir. Where? This one. സർ, ശ്രീറാം സ്റ്റേഷനിലാണോ? അല്ല സർ, ഞാൻ പുറത്താണ്. എടപ്പള്ളി തന്നെയല്ലേ? അതെ സർ. ഓക്കെ, ഗുഡ്. ഒരു നമ്പർ ഒന്ന് നോട്ട് ചെയ്യും. ഹലോ, നിങ്ങൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ പ്ലീസ് സ്റ്റോപ്പ് ദി വെഹിക്കിൾ. ഹലോ ഹലോ, കേൾക്കുന്നുണ്ടോ? നിങ്ങളിപ്പോ എവിടെ ഉള്ളത്? ഏത് ട്രാഫിക് ഐലൻഡിൽ? ഏത് ഡയറക്ഷനിലേക്കാ വണ്ടി കിടക്കുന്നത്? ഞാൻ ഇവിടെ തന്നെയാണ് ഉള്ളത്. ആൻഡ് ഡോണ്ട് ട്രൈ ടു മൂവ്. ഏതാ വണ്ടി? നിങ്ങളൊന്ന് കാറിൽ നിന്ന് ഇറങ്ങണം. ഞാൻ പിന്നിലുണ്ട് സർ. യുവർ മൊബൈൽ പ്ലീസ്. ഈ മെസ്സേജ് ആരാ അയച്ചത്? എന്റെ ബ്രദർ. പ്ലീസ്
പ്ലീസ് ഗായത്രി, കുറച്ചുകൂടി നേരത്തെ മീറ്റ് ചെയ്യാം. 11 മണി എന്ന് പറയുമ്പോ ആകെ കിട്ടുന്ന 1-2 മണിക്കൂറാ. സ്റ്റാർട്ടേഴ്സിനുള്ള സമയം പോലും ഇല്ലല്ലോ. എനിക്കൊരു 5 കോഴ്സെങ്കിലും തന്നേ പറ്റൂ. അല്ലെങ്കിൽ ഒരു കാര്യം, just a second. Let me go and see. ഹലോ, ഞാൻ ജിക്കുവിന്റെ ഫ്രണ്ടാണ്. അവൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോയിരിക്കുക. തിരിച്ചു വിളിക്കാൻ പറഞ്ഞാൽ മതിയോ? ഹലോ, പാതിരാത്രിക്ക് ആരുമില്ല. ആരുമില്ലെന്നേ. The hottest woman in Cochin. കണ്ടു, പരിചയപ്പെട്ടു. ഗായത്രി, ഞാനൊരു ഫ്രണ്ടിന്റെ കൂടെയാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഡോക്ടർ ഏബൽ. അതെ, നാളെയാണ് വെനസ്ഡേ. സേഫ്റ്റി മെഷേഴ്സ് താൻ കരുതോ അതോ ഞാൻ കൊണ്ടുവന്നു? ഏയ്, അവൻ കേട്ടാലൊന്നും സാരമില്ല, നമ്മുടെ ആളാ. റൈഹാന്റെ പേരൻസ് ഓക്കെ പറഞ്ഞു.
We are going in for the heart transplant. Get ready for the surgery and be at the operation theatre in 10 minutes. Dr. Sheetal, Rehana തിയേറ്ററിലേക്ക് മൂവ് ചെയ്തോളൂ now. ഏബൽ ലീവിലാണെന്ന് എനിക്കറിയാം, but please do come. എബൽ, സർജറി കഴിഞ്ഞു, അൺഇവന്റ്ഫുൾ. പാലക്കാട് കുട്ടിയുടെ കണ്ടീഷൻ സീരിയസ് ആയിക്കൊണ്ടിരിക്കുക. ഞാൻ അവിടുത്തെ ഡോക്ടറോട് സംസാരിച്ചു. സാർ, പോലീസ് വെഹിക്കിൾ ഓൺ ദി വേ ആണ്. ഗുഡ്. ബിനോയ്, ഗെറ്റ് റെഡി ടു ഗോ. സോറി ഡോക്ടർ, എനിക്ക് പറ്റില്ല. ഹെലികോപ്റ്റർ ആയിരിക്കുന്നു കരുതേ ഞാൻ ആദ്യം ഓക്കെ പറഞ്ഞത്. പക്ഷെ ഇത് വല്ലാത്ത റിസ്ക് ആണ്. എന്നെ ഒന്ന് ഒഴിവാക്കണം പ്ലീസ് ഡോക്ടർ. ലാസ്റ്റ് മിനിറ്റ് ഇതിപ്പോ എനിക്ക് 1:30 ഒരു സർജറി ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ പോവായിരുന്നു. ഇനിയിപ്പോ ഏബൽ, തനിക്ക് പോകാൻ പറ്റില്ലേ? രാജീവ്, സുദേവൻ, ഏബൽ. സുദേവൻ, സ്വിച്ച് ഓൺ യുവർ മൊബൈൽ. ഒരു പേഴ്സണൽ മെസ്സേജ് ആണ്. സിയ, ഡോക്ടർ ഏബലിന്റെ വൈഫിന് ഒരു ആക്സിഡന്റ് പറ്റി. ഷീസ് ഇൻ ദ ICU നൗ. ഇപ്പൊ ഒന്നും ഇങ്ങോട്ട് പറയാൻ നിൽക്കണ്ട. അടുത്ത ജംഗ്ഷനിൽ അദ്ദേഹത്തെ ഡ്രോപ്പ് ചെയ്യണം. അവിടെ നിന്ന് പകരം ഒരു ഡോക്ടർ നിങ്ങളെ ജോയിൻ ചെയ്യും. ഓക്കെ സാർ. നൗ യു ക്യാൻ സ്വിച്ച് ഓഫ്. പോലീസ് എന്നെ തിരക്കി വരും. അതിനു മുമ്പ് ഓഫീസിൽ നിന്നിറങ്ങി എളന്തുരുത്തിയുടെ ഉള്ളിലുള്ള റോഡിലെത്തണം. ഞാനവിടെ ഉണ്ടാകും, വൈകരുത്. Turn the vehicle. I said turn the vehicle. ഈ തിരോധാനം പോലീസിനെ ആകെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവത്തെ എങ്ങനെ നേരിടണമെന്ന് ദ്രുതഗതിയിൽ ആലോചിക്കുകയാണ് പോലീസ് സംഘം. സമയമനുസരിച്ച് തന്നെ നീങ്ങിക്കൊണ്ടിരുന്ന വാൻ ഹൈവേയിൽ നിന്ന് മറ്റേതെങ്കിലും വഴിയിലേക്ക് പോയിട്ടുണ്ടാവാം എന്നാണ് പോലീസ് സംശയിക്കുന്നത്. പക്ഷേ പോലീസ് നിർദ്ദേശമില്ലാതെ അങ്ങനെയൊരു ദശമാറ്റം എങ്ങനെ സംഭവിച്ചു? ഈവനിങ്ങിന് മുമ്പ് അവരെത്തിയില്ലെങ്കിൽ പിന്നെ ഒരു ഹോപ്പും തരാൻ ഞങ്ങൾക്ക്. സർ പ്ലീസ്. മാത്യു, കൊച്ചിയിൽ ഒന്ന് വിളിച്ചപ്പോഴത്തെ സിറ്റുവേഷൻ ഒന്ന് അന്വേഷിക്കാം. പോലീസ് എന്ത് ആക്ഷൻ എടുത്തിരിക്കുന്നതെന്ന് നമുക്കും അറിയണമല്ലോ. നമ്മുടെ സൈഡിൽ നിന്ന് കൂടി പ്രഷർ ഉണ്ടെങ്കിൽ അവർക്കൊരു താല്പര്യം ഉണ്ടാവും. സിദ്ധു ഒന്ന് സംസാരിക്കുക.
വാനിലെ 3 നമ്പേഴ്സ് ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ്. സോ ലൊക്കേഷൻ അവർ ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ അതിലൊരു നമ്പർ ഇടയ്ക്ക് ഓണായി. മറ്റൊരു മൊബൈലിലേക്ക് 2 മാത്യു, മെസ്സേജ് റിസീവ് ചെയ്ത നമ്പർ വാനിലെ ഒരു നമ്പറിൽ നിന്ന് 2 മെസ്സേജസ് പോയിട്ടുണ്ട്. അതൊന്ന് ട്രേസ് ചെയ്യണം. ഡീറ്റെയിൽസ് കിട്ടിയാൽ ഞാൻ വിളിച്ചു പറയാം. ഓക്കെ, Want it now? ഇറ്റ്സ് റൈറ്റ് ഹിയർ സർ. Where? ദിസ് വൺ. ഡോക്ടർ ഏബൽ തെറിയൻ. വേണ്ട, ഞാനിതറിയും. ഹലോ മറിയം, ഞാനിവിടെ പുതുക്കാട് ഫോറസ്റ്റ് ഏരിയ. എന്താ പറ്റിയത്? ഐ തിങ്ക് ഐ കിൽ ശ്വേത. എന്നെ ചെയ്യണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല, ബട്ട് ഇറ്റ് ഹാപ്പൻഡ്. അവൾ എന്നെ ചീറ്റ് ചെയ്യായിരുന്നു മറിയം. With Jikku, my best. What did you do, Abel? I hit her with a car. I don't know, Mariam. ഞാൻ എങ്ങനെ അത് ചെയ്തെന്ന് എനിക്ക് ഒരിക്കലും ഞാൻ മറിയം, എനിക്ക് എങ്ങോട്ടെങ്കിലും പോണം. I just want to run away from here. Wait, ചെയ്യ്. We'll reach there in 15 minutes. സോ വി ക്യാൻ കൺഫേം ഇറ്റ് സർ. ഹൈവേയിൽ നിന്ന് ആ റൂട്ടിലേക്ക് വാൻ ഡീവിയേറ്റ് ചെയ്ത് കണ്ടുവരേണ്ടതിപ്പോ ജെയിംസ് വിളിച്ചു പറഞ്ഞു. വിഷ്ണു, അയാൾ അവിടെ തന്നെ ഉണ്ട്. പുതുക്കാണ്ട് ഇന്റീരിയർ ഒരു ഫോറസ്റ്റ് ഏരിയ. ഓക്കെ സർ, 10 മിനിറ്റിനുള്ളിൽ തൃശൂർ സി വിഷ്ണു ടീം അവിടെത്തും. പ്ലീസ് കം. ദയവായി അല്പനേരം കഴിഞ്ഞു വിളിക്കുക. കിട്ടുന്നില്ല. ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്ക്. Hey, no, no. ഡോക്ടർ ദയവേത് ഞാൻ പറയുന്നത് കേൾക്കണം. എനിക്ക് ഡോക്ടറെ സഹായിക്കാൻ കഴിയും. ഹലോ ഹലോ, ഞാൻ സിദ്ധാർത്ഥ് ശങ്കറാണ്. റിയ എന്റെ മോളാണ്. പ്ലീസ് ഡോണ്ട് കട്ട് ദ കോൾ. ഡോക്ടർക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാം. സെക്യൂരിറ്റിയാണ് വേണ്ടതെങ്കിൽ എല്ലാ അറേഞ്ച്മെന്റ്സും ഞാൻ ചെയ്തോളാം. ഐ ഹാവ് കണക്ഷൻസ്. ഒരു സൈഡിൽ നിന്നും നിങ്ങളെ ആരും ഡിസ്റ്റർബ് ചെയ്യില്ല. ഐ വിൽ സേവ് യു. I can promise you that. Hello? See, doctor, I can assure you that. Doctor, please, try to understand me. Now you listen carefully. നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് എനിക്ക് അറിയില്ല. അറിയും വേണ്ട. എനിക്ക് എന്റെ മോളെ വേണം. എന്നുള്ളതിനൊക്കെ വലുതല്ല നിങ്ങളുടെ ഒരു പ്രശ്നവും. 13 വർഷമായി അവൾ എപ്പോ കൈവിട്ട് പോകുമെന്ന് പേടിച്ച് നോക്കി നിൽക്കുക ഞാൻ. Pray to God, hope for the best. കേട്ട് മടുത്തിരിക്കുകയാണ് ഞാൻ.
എന്റെ മുമ്പിലുള്ള ഒരൊറ്റ പ്രതീക്ഷയാണ് ഈ ദിവസം. അതിനെ മുടക്കാൻ മാത്രം വലുതല്ല നിങ്ങളുടെ ഒരു പ്രശ്നവും. ഡു യു ഹിയർ ദാറ്റ്? എന്റെ 13 വർഷത്തേക്കാൾ വലുതല്ല നിങ്ങളുടെ ഒരു പ്രശ്നവും. വയ്ക്കോ പോ. അയാള് വിളിച്ച ആ പെണ്ണില്ലേ, അവള് വരില്ല. വരാൻ പോകുന്നത് പോലീസാണ്. അതങ്ങനെയാണ്. രക്ഷപ്പെടുത്താമെന്നല്ല, പറ്റിപ്പോയൊരു തെറ്റിന് പകരം ഒരവസരം വേണമെങ്കിൽ കൊടുക്കാം. തീരുമാനിക്കേണ്ടത് നമ്മളാണ്. സുദേവൻ, സുദേവൻ, tell me. ഞങ്ങൾ പുറപ്പെട്ടു സർ. ഉള്ളിലുള്ള റോഡാണ്. ടുവേഴ്സ് തൃച്ചൂർ. ആദ്യം കാണുന്ന മെയിൻ റോഡിൽ തന്നെ ഞങ്ങൾ കയറും. ആ ഡോക്ടർ അവിടെ ഒപ്പമുണ്ട്. What? സുദേവൻ, for God's sake, listen. മറ്റൊരു ഡോക്ടറെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അയാൾ തൃശ്ശൂർ നിങ്ങളെ ജോയിൻ ചെയ്യും. ഡോക്ടർ ഏബലിനെ നിങ്ങള്... ഡോക്ടർ ഏബലിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു സർ. ഈ മിഷനിൽ എന്റെ കൂടെ അയാൾ മതി. Come on, സുദേവൻ, he's a criminal. അയാളുമായിട്ട് മിഷൻ തുടരാൻ ഞാൻ അനുവദിക്കില്ല. നിങ്ങൾ മെയിൻ റോഡിൽ എത്തിയ ഉടനെ അയാളെ കസ്റ്റഡിയിൽ വിടണം. നമ്മുടെ ആൾക്കാരുണ്ടാവും. You get me? മിഷൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ തന്നെ അയാളെ ഏൽപ്പിക്കാം സർ. ഈ റിസ്ക് എനിക്ക് വിടണം. സുദേവൻ, I don't know why you're doing this. നമുക്കിനി സമയമില്ല. ഇനി അങ്ങോട്ട് ഓരോ മിനിറ്റിനും 20 മിനിറ്റിന്റെ വിലയാണ്. അടുത്ത 15 മിനിറ്റിനുള്ളിൽ നിങ്ങൾ തൃശൂർ മണ്ണുത്തി റോഡിൽ എത്തിയില്ലെങ്കിൽ നമുക്ക് ഈ മിഷൻ തന്നെ ഉപേക്ഷിക്കേണ്ടി വരും. വന്നാൽ അവിടുന്ന് അങ്ങോട്ടും You will have to move at a speed of 100 kilometers per hour. അയാൾ ഒപ്പമുള്ളതിന്റെ അപകടം അഫോർഡ് ചെയ്യാൻ ഇപ്പൊ നമുക്ക് പറ്റില്ല. ഈ മിഷനിൽ സാറിനെ ട്രസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിലും സാറിനെ ട്രസ്റ്റ് ചെയ്യണം. സുദേവൻ, പ്ലീസ് സർ. വാട്ട് നെക്സ്റ്റ്? What about the wireless? ഡിസ്കണക്റ്റഡ് ആണ് സർ. രാജീവ് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോ സ്പീക്കർ ഫോണിലാണ് സർ. Switch to the hand phone. Yes sir. Are you mad? ഒരു മർഡർ അറ്റംപ്റ്റ് നടത്തിയിരിക്കുന്ന ക്രിമിനലാണ് കൂടെ ഇരിക്കുന്നത്. വയർലെസ് കണക്ട് ചെയ്യാൻ ശ്രമിക്കും. അത്യാവശ്യത്തിന് വേണ്ടി മാത്രം മൊബൈൽ ഉപയോഗിക്കാം. പക്ഷെ ഒരു കാരണവശാലും ലൗഡ് സ്പീക്കർ പാടില്ല. മനസ്സിലായോ സർ? ലെഫ്റ്റോ റൈറ്റോ? വാട്ട്സ് ഹാപ്പനിങ് സുദേവൻ? സർ, മുമ്പിൽ 2 റോഡുകളുണ്ട്, ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. തൃശ്ശൂരിലേക്ക് ഏത് ഡീവിയേഷൻ വേണമെന്ന്... Where is this road? എന്തെങ്കിലും ഒരു അടയാളം പറയാൻ പറ്റുമോ? ഇല്ല സർ. ആൾപ്പാർപ്പില്ലാത്തൊരു സ്ഥലം എന്നല്ലാതെ... സർ, പക്ഷെ ജോഗ്രഫിക്കലി നോക്കുമ്പോ... ഇപ്പൊ വാൻ സ്റ്റോപ്പ് ചെയ്തിരിക്കുവാണോ? അതെ സർ. വഴിയിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ശരിക്കും നോക്ക്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൈൻ ബോർഡ് ഉണ്ടോ നോക്ക്. ഇല്ല സർ. ലെഫ്റ്റ് ആയിരിക്കണം സർ. ജോഗ്രഫിക്കലി നോക്കുമ്പോ ലെഫ്റ്റ് തന്നെയാ. സർ, രാജീവ് പറയുന്നത് ലെഫ്റ്റ് ആയിരിക്കുമെന്നാണ്. നോ, ഉറപ്പാക്കാതെ ഒന്നും ചെയ്യരുത്. ലെഫ്റ്റ് തന്നെയാണ് സർ. ഐ എം ടെല്ലിംഗ് യു. നമുക്ക് സമയം പോവാണ് സർ. 15 മിനിറ്റിനുള്ളിൽ തൃശ്ശൂർ എത്തണമെന്നല്ലേ പറഞ്ഞേ? ഞങ്ങൾ ലെഫ്റ്റ് തിരിയാണ് സർ.
ആംബുലൻസിനും മറ്റ് എമർജൻസി വാഹനങ്ങൾക്കും കടന്നു പോകാവുന്നതാണ്. മറ്റു വാഹനങ്ങൾ സ്റ്റേഡിയം റോഡിലേക്ക് ഡീവിയേറ്റ് ചെയ്യേണ്ടതാണ്. അല്ലാത്തവർ ദയവായി 10 മിനിറ്റ് ഞങ്ങളോട് സഹകരിക്കണം. തൃശൂർ ടൗണിൽ ഒരു സമയത്തിന് എത്തിയാൽ തന്നെ നമുക്ക് നഷ്ടപ്പെട്ട ടൈം ഇനി കോമ്പൻസേറ്റ് ചെയ്യണമെങ്കിൽ നേരത്തെ പ്ലാൻ ചെയ്ത റൂട്ടിൽ പോയാൽ പറ്റില്ല. വി ഷുഡ് ടേക്ക് ദിസ് റൂട്ട്. പക്ഷേ ഈ റൂട്ടിന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ സമയം 3 കഴിഞ്ഞു. 15 മിനിറ്റ് ആയിട്ട് അവർ മണ്ണുത്തിയിൽ റോഡ് ബ്ലോക്ക് ചെയ്ത് വെയിറ്റ് ചെയ്യാം. വിഷ്ണു, ഞങ്ങൾ ഈ പറഞ്ഞ സ്പോട്ടിൽ എത്തി സാർ. അവരോട് ഇല്ല. എനിക്ക് തോന്നുന്നു വിഷ്ണു അവര് മൂവ് ചെയ്തു. വിഷ്ണു ഇറ്റ്സ് ഓക്കെ. എനിവേ താങ്ക്സ്. പിന്നെ വിഷ്ണു, നിങ്ങളവരുടെ വാഹനത്തെ ഒരു പോയിന്റിൽ ക്രോസ് ചെയ്ത് പോയിട്ടില്ലെന്ന് ഉറപ്പാണോ? ഉറപ്പാണ് സാർ. നിങ്ങൾക്ക് മിസ്സായതാണെങ്കിൽ? നെവർ സാർ. അവരെ ഞങ്ങൾ ക്രോസ് ചെയ്തിട്ടില്ല. ഐ എം ഷുവർ. ഓക്കെ താങ്ക്സ്. അവർക്ക് എവിടെ വെച്ച് വഴി തെറ്റി. സ്വയഗസേനി നമ്മള് നോ സർ, ഇത്ര ആയതല്ലേ, കുറച്ച് സമയം കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തിന്? വഴി തെറ്റിയതാണോ അതോ കൂടെയുള്ള ഡോക്ടറിന് എന്തെങ്കിലും പുതിയ ഡ്രാമയാണോ എന്നറിയാം. എത്ര സർ, അറ്റ്ലീസ്റ്റ് അയാളൊന്ന് റേഞ്ചിൽ വരുന്നവരെങ്കിലും. റേഞ്ചിൽ വന്നിട്ട് എന്ത് കാര്യം? ഇപ്പോഴേ വി വെയിറ്റ് ടു ബിഹൈൻഡ്. ഇനി വെറും 1 മണിക്കൂറാണ് നമ്മുടെ കയ്യിലുള്ളത്. നോ ലക്ക് സർ, രാജീവിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. കമ്മീഷണർ സാറിനെ വിളിച്ചു പറ, നമ്മളിപ്പോ മെയിൻ റോഡിൽ എത്തുമെന്ന്. അവസാനത്തെ ഔട്ട് ഗോയിങ് കോൾ. റേഞ്ചില്ല. നിങ്ങളുടെ ഫോണിൽ നിന്ന് വിളിക്കേ. സർ, റോഡ് ബ്ലോക്ക് ചെയ്തിട്ട് 18 മിനിറ്റ് കഴിഞ്ഞു. വാട്ട് ഷുഡ് വി ഡു? സർ, ഇനി വെയിറ്റ് ചെയ്യണോ? വേണ്ട. The mission is cancelled. Mission cancelled. Roads to be cleared and signals to be back to normal. Sir? Sudevan, the mission is cancelled. സർ പ്ലീസ്, മിഷൻ ക്യാൻസൽ ചെയ്യരുത്. ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. Like hell you're reaching. വഴി ഉറപ്പാക്കിയിട്ട് മൂവ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞതാണ്. സർ ഞങ്ങൾ എത്തി. ഞങ്ങൾക്ക് മെയിൻ റോഡ് കാണാം. കഷ്ടിച്ചൊരു 100 മീറ്റർ കൂടി. പ്രവീൺ, വാൻ എൻട്രി ചെയ്തിട്ടില്ല. ഞങ്ങൾ മെയിൻ റോഡിൽ കയറി. മൂവിംഗ് അറ്റ് 90 കിലോമീറ്റേഴ്സ്. പ്രവീൺ. നോ സർ, വാൻ എൻട്രി ചെയ്തിട്ടില്ല സർ. പ്രവീൺ, ആർ യു ഷുവർ? ഐ എം വെരി ഷുവർ. സർ, എമർജൻസി മെസ്സേജ് ദിവാൻജി റോഡിൽ. ഹലോ. അതെ സാർ, അവരിപ്പോ എൻ്റർ ചെയ്തിരിക്കുന്ന വാണിയമ്പാറ റോഡിലാണ്. തൃശൂർ ടൗണിന് 8 കിലോമീറ്റർ അപ്പുറമുള്ള റോഡ്. അവർക്ക് തൃശൂർ ടൗണിലേക്കുള്ള ഡീവിയേഷൻ തെറ്റിയെന്നുള്ളത് ശരി. ബട്ട് ഇറ്റ് വാസ് എ പെർഫെക്റ്റ് മിസ്റ്റേക്ക്. അവര് വന്നു കയറും നമ്മൾ പ്രതീക്ഷ റോഡിനേക്കാൾ 8 കിലോമീറ്റർ മുമ്പിലാണ് അവരിപ്പോ. Which means the mission is on. ഹലോ. മാഡം, 1 മിസ്റ്റർ വെട്രി ഫ്രം ടൈംസ്. ആ ഹാർട്ടുമായി ബന്ധപ്പെട്ട ആംബുലൻസ് സിറ്റി കൂടി പാസ് ചെയ്യേണ്ടെന്നൊരു ഇൻഫർമേഷൻ കൊടുക്കാൻ പറ്റുമോ അറിയാൻ. പബ്ലിക്കിന്റെ സൈഡിൽ നിന്ന് ഒരു സഹകരണത്തിന് വേണ്ടിട്ടാ. പക്ഷെ ഞാൻ പറ്റില്ലെന്ന് പറഞ്ഞു. കാരണം നമുക്ക് വേണ്ട എന്റർടൈൻമെന്റ് വാല്യൂ ഇല്ലാത്തത് കൊണ്ട്. നോ, അടുത്ത ജിംഗിളിന് ശേഷം ആ അനൗൺസ്മെന്റ് ഓൺ എയർ പോയി തുടങ്ങണം. ഏത് പ്രോഗ്രാം ഡിലേ ആയാലും മാറ്റി വെക്കേണ്ടി വന്നാലും. ഓക്കെ മാഡം. Abel, Shweta is out of danger. She will be all right soon.
അടുത്ത 10 മിനിറ്റിനുള്ളിൽ വാഹനം പ്രധാന റോഡിലെത്തും. തൃശൂർ പാലക്കാട് റോഡിലൂടെയാകും വാൻ കടന്നു പോകുക. വേഗത ഒരല്പം കുറച്ചാൽ, ഒന്ന് വഴിമാറി കൊടുത്താൽ അത് ചിലപ്പോ ഒരു ജീവൻ രക്ഷിക്കും. നമുക്ക് ഒറ്റക്കെട്ടായി നിൽക്കാം. അത് പിന്നീട് നമുക്ക് അഭിമാനിക്കാവുന്ന നിമിഷങ്ങളാവും. യെസ് സാർ, അവരെത്തി. ഹലോ, can you hear me, sir? Hello? Hello, sir, can you hear me, sir? Yes, I can. Yes! സുദേവൻ, ഇനി 85 കിലോമീറ്റർ 45 മിനിറ്റ്. ഫോഴ്സസ് അലർട്ട്, റോഡ്സ് ഓൾ ക്ലിയർ. മെയിൻറ്റെയിൻ ദ സ്പീഡ്. We are just 45 minutes away from success. അവിടെ റൂമിൽ വിസിറ്റേഴ്സിന്റെ ബഹളം കൂടിക്കൊണ്ടിരിക്കുക. ലോബിയിലാണെങ്കിൽ ഫുൾ മീഡിയയും. ഇന്ന് രാവിലെയും ഇന്റർവ്യൂ കൊടുത്തിരുന്നല്ലേ? ഒഴിവാക്കാൻ നോക്കിയതാ. നേരത്തെ അനൗൺസ് ചെയ്തിരുന്നുകൊണ്ട്. ഇവിടെ എത്തുന്നതുവരെ അവളുടെ കണ്ടീഷൻ ഇത്രയ്ക്ക്. സർജറി കഴിഞ്ഞ് അമ്മ വന്ന് നിൽക്കാമെന്ന് പറയുന്നുണ്ട്. അത് വേണ്ടെന്ന് പറഞ്ഞേക്ക്. ഞാനിവിടെ ഉണ്ടാവും. കുറെ എൻഗേജ്മെന്റ്സ് മാറ്റിവെക്കാൻ ഞാൻ മാത്യുവിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മാറ്റിവെക്കാവുന്ന തിരക്കുകളുണ്ട്. പക്ഷെ കാരണം ഇതുപോലൊന്നാവണം. വെറുമൊരു PTA മീറ്റിംഗോ ബർത്ത്ഡേ ഉണ്ടോന്നും കാര്യമില്ലല്ലോ. ഹലോ, ഓക്കെ. തിരക്കിനിടയിൽ ഇടയ്ക്കൊന്ന് തിരിഞ്ഞു നോക്കണം. പുറകിൽ ഉപേക്ഷിച്ച് കളഞ്ഞ കൂട്ടത്തിൽ അവളുടെ കുട്ടിക്കാലവും കിടപ്പുണ്ട്. ഇടയ്ക്കൊരു 15 ദിവസം അല്ലെങ്കിൽ ഒരു 10 ദിവസം മാറ്റിവെക്കാം അവൾക്ക് വേണ്ടി. അതല്ലാതെയുള്ള ഈ ഓട്ടം മോളുടെ ഫ്യൂച്ചറിന് വേണ്ടിയാണെന്നാണ് പറയാൻ പോകുന്നതെങ്കിൽ വിശ്വസിക്കില്ല. ആ ഓടിനടപ്പ് 30 രൂപ ടിക്കറ്റുകാരന്റെ കയ്യടി ശബ്ദത്തിന്റെ പ്ലഷറിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഒരു സഹപ്രവർത്തകന് വാങ്ങാൻ കഴിയാത്ത ലേറ്റസ്റ്റ് മോഡൽ കാരവൻ തരുന്ന ഈഗോ സാറ്റിസ്ഫാക്ഷന് വേണ്ടി. ഞാൻ സിദ്ധാർത്ഥ് ശങ്കറിന്റെ മകളെന്ന് കൂട്ടുകാരുടെ മുമ്പിൽ വീമ്പ് പറയാം. പക്ഷെ അത് മാത്രമേ അവൾ ചെയ്യൂ. ലൈഫിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാ അവൾ ഒരിക്കലും നിങ്ങളുടെ മുമ്പിലേക്ക് വരില്ല. മലയാളം കണ്ട ബിഗസ്റ്റ് സ്റ്റാറിന്റെ ബിഗസ്റ്റ് ഫെയിലിയർ. എല്ലാ എഡീഷനും അവൻ ഒരുപാട് അടുത്ത് ഫ്രണ്ട്സ് ഉണ്ട്. ദീപു, ഹോസ്പിറ്റലുണ്ടായിരുന്ന ആ പെൺകുട്ടി, ആ കുട്ടിയുടെ പേരെന്താ? അതിഥി. ആ കുട്ടി ഇപ്പൊ എവിടെയുണ്ട്? ഹലോ, ഞാൻ റെയ്ഹാന്റെ ഫാദറാണ്. ഞാനും അവന്റെ അമ്മയും ഇപ്പൊ ഇവിടെ വീട്ടിലുണ്ട്. അതിഥി ഒന്നിവിടെ വരെ വരുമോ മോളെ? ഞാൻ വരാം.
പ്രിയയുടെ ഹാർട്ട് ബീറ്റ്സിന് അബ്നോർമൽ വേരിയേഷൻ. കണ്ടീഷൻ വളരെ മോശമാണ് ഡോക്ടർ. അരമണിക്കൂറിനുള്ളിൽ സർജറി ആരംഭിച്ചില്ലെങ്കിൽ വി വിൽ ലൂസ് ഹർ. പ്രിയയുടെ ബി പി ഡേഞ്ചറസ്ലി ലോ ആയിക്കൊണ്ടിരിക്കുകയാണ്. പൾസും വീക്കാണ്. നിങ്ങൾ സമയത്തെത്തുന്ന ഉറപ്പില്ലെങ്കിൽ വെന്റിലേറ്ററിലേക്ക് മാറ്റുന്നതാവും നല്ലത്. നോ, വെന്റിലേറ്ററിലേക്ക് മാറ്റിയാൽ പിന്നെ നമുക്ക് അവിടെ സേവ് ചെയ്യാൻ പറ്റില്ല. ടേക്ക് ടു ദ ഓപ്പറേഷൻ തിയേറ്റർ. സർജറിക്ക് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും സ്റ്റാർട്ട് ചെയ്തോളൂ. ചെക്ക് വൈറ്റൽ സൈൻസ് ആൻഡ് ഗിവ് അനസ്തേഷ്യ. ട്രസ്റ്റ് മീ ഡോക്ടർ, വി വിൽ ബി ദേർ ഓൺ ടൈം. മുപ്പത് മിനിറ്റിനുള്ളിൽ 78 കിലോമീറ്റർ. പ്ലാൻ അനുസരിച്ച് 40 മിനിറ്റ് നമുക്ക് ബാക്കിയുള്ളതായിരുന്നു. ഇനി നമ്മുടെ മുമ്പിൽ ഒരൊറ്റ വഴിയുള്ളൂ, ബിലാൽ കോളനി. 30 മിനിറ്റിനുള്ളിൽ അവർ അഹല്യയിൽ എത്തണമെങ്കിൽ ബിലാൽ കോളനി കടന്നു പോകണം. പള്ളിയോട് ചേർന്ന് കിടക്കുന്ന കോളനി. മൈനോറിറ്റി വളരെ സ്ട്രോങ് ആണ് അവിടെ. പോലീസിന് പെട്ടെന്ന് അങ്ങോട്ട് കടന്നെല്ലാം പറ്റില്ല. ബ്ലാക്ക് മാർക്കറ്റ് ഗുഡ്സ് പിടിക്കാൻ 1-2 തവണ ശ്രമിച്ചിട്ട് വെടിവെപ്പും മറ്റുമുണ്ടായ സ്ഥലമാണിത്. ഇതേ സ്പീഡിൽ കോളനി ക്രോസ് ചെയ്യാൻ കഴിഞ്ഞാൽ മിഷൻ സക്സസ് ആണ്, ദാറ്റ്സ് ഷുവർ. പക്ഷേ ജനം തിങ്ങിപ്പാർക്കുന്ന ഏരിയയാണ്. ഒരുപാട് കടകളും പുറത്തുനിന്നുള്ള കസ്റ്റമേഴ്സും. ഐ ഡോണ്ട് നോ, ഐ റിയലി ഡോണ്ട് നോ. ബിലാൽ കോളനി എനിക്കറിയാം ആ സ്ഥലം. ഫോറിൻ ഫിലിംസിന്റെ DVD വാങ്ങിക്കാൻ ഞാനും റെഹാനും പല പ്രാവശ്യം അവിടെ പോയിട്ടുള്ളതാണ്. ഭയങ്കര തിരക്കുള്ള സ്ഥലമാണ്. അതുവഴി പോയാൽ ഷുവറായിട്ട് നമ്മൾ അവിടെ സ്റ്റക്കായി പോകും. സർ, എനിക്ക് സിദ്ധാർത്ഥ് ശങ്കറിന്റെ സെക്രട്ടറി മാത്യുവിന്റെ നമ്പർ ഒന്ന് വേണം. എന്തിന്? പറയാം സർ, ഒരവസാന ശ്രമം. പ്ലീസ് ഗീവ് മി ഹിസ് നമ്പർ. ഹലോ രഞ്ജിത്തെ, ആ ബിലാൽ കോളനി ഫാൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ആരാ? നമ്മുടെ തൻസീർ ആളുതാ ഇവിടെ ഉണ്ട്, കൊടുക്കാം. ഒരു സെക്കൻഡ്. ഹലോ, എനിക്കൊരു സഹായം വേണം. പറയണം സാർ. സാറേ ഞങ്ങളുണ്ട് സാർ. ജാഫറെ, നവാസേ, എടുക്കണ വണ്ടി വാടാ. എടുക്കണോട്. കോളനിയുടെ തുടക്കത്തിൽ വീതിയുള്ള റോഡാണ്. പക്ഷെ ഉള്ളിലേക്ക് പോകുന്നതോറും അത് ഇടുങ്ങിയതാവും. ഒരു വണ്ടിക്ക് കഷ്ടിച്ച് പോകാൻ പറ്റുള്ളൂ. ബി വെരി വെരി കെയർഫുൾ. കോളനിയിലേക്ക് എൻട്രി ചെയ്യുന്നിടത്ത് ഞാൻ ഇറങ്ങും. ഐ നോ ദ പ്ലേസ് വെരി വെൽ. ഒരുപാട് ഊട് വഴികളുണ്ട്. നിങ്ങൾ എത്തുന്നതിന് മുമ്പ് എല്ലാ വഴികളും ക്ലിയർ ആണെന്ന് ഞാൻ ഉറപ്പുവരുത്താം. ഡോക്ടർ, ഐ നീഡ് യുവർ നമ്പർ. എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ഹലോ തൻസീർ, ഞങ്ങൾ കോളനിയിലേക്ക് എൻട്രി ചെയ്യാണ്. യാതൊരു കാരണവശാലും നമ്മുടെ വണ്ടിക്ക് ഓപ്പോസിറ്റ് ഒരു വാഹനവും വരാൻ പാടില്ല. ഇത് ഞങ്ങളുടെ സ്ഥലമാ സാറേ, ഞങ്ങൾക്ക് വിട്ടു തന്നേക്ക്. ആ കാണുന്ന ജംഗ്ഷനിൽ ഞാൻ ഇറങ്ങും. ബട്ട് ഡോണ്ട് സ്ലോ ഡൗൺ. Are you sure? Take care.
നിക്കാഹിന് വന്നവരുടെ കാറായിരിക്കും. ഇപ്പൊ മാറ്റിത്തരാൻ ഞാൻ. കാതറെ ഏത് ഹിമാലയ വണ്ടിയുടെ വഴിയിൽ വട്ടിയിട്ടിരിക്കുന്നത്? വേഗം തകർത്തിക്ക്. ഹലോ, ആ 2 വണ്ടികൾ റോഡ് ബ്ലോക്ക് ചെയ്തിടണം, ഉടനെ മാറ്റണം. മുന്നിലെത്തും നേട്ടങ്ങൾ വണ്ടി കേൾക്കോളൂ. വേഗം വേഗം. ഇനി ഏത് നിമിഷവും വാഹനം ഇവിടെ എത്തിച്ചേരുമെന്ന റിപ്പോർട്ടാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എത്തിയാലുടൻ ഡോക്ടർമാർ സർജറി ആരംഭിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ്. Sudevan reporting, sir. Yes, Sudevan, tell me. Destination reached in 1 hour and 58 minutes. Mission success. Yes. തോന്നിപ്പിച്ച ഒരു ഉദ്യമമാണ് കേരള പോലീസിന്റെ ചരിത്രത്തിൽ ഒരു പൊന്തൂവൽ കൂടി ചാർത്തിക്കൊണ്ട് വിജയമായിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടത് ട്രാഫിക് കോൺസ്റ്റബിൾ സുദേവൻ നായരുടെ പ്രാഗൽഭ്യമാണ്. മറ്റുള്ളവർ ഏറ്റെടുക്കാൻ മടിച്ച ഈ ഡ്യൂട്ടിയുടെ വിജയം സുദേവൻ നായർക്ക് അവകാശപ്പെട്ടതാണ്. യാത്രയിൽ അദ്ദേഹത്തിന്റെ ഒപ്പം നാഷണൽ ഹോസ്പിറ്റലിലെ കാർഡിയോളജിസ്റ്റ് ഏബൽ തരീനും റൈഹാൻ സൈഫുദ്ദീന്റെ സുഹൃത്തായ രാജീവ് മേനനും ഉണ്ടായിരുന്നു.
Get in. സ്പീഡ് പേടിയില്ലല്ലോ. എറണാകുളത്തുനിന്ന് വിളിച്ചിരുന്നു. ആ കുട്ടിക്ക് കംപ്ലൈന്റ് ഇല്ല. യു ആർ ഫ്രീ ടു ഗോ. ശ്വേതയ്ക്ക് ഏബലിനോട് സംസാരിക്കണം. ഞാൻ കൊടുക്കട്ടെ? Dr. Simon D'Souza, Commissioner Nasir. Thank you. Thank you very much. ഞാൻ വണ്ടി വിശ്വസിച്ചേക്കരുത്. For more updates, like, comment, subscribe to our channel. Hey darlings, గంటని click చేయడం మర్చిపోకండి.